ബഹുമാനരെ അഭിഭാഷക സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. തിരുവനന്തപുരം ബാർ അസോസിയേഷൻ്റെ കണ്ടിന്യൂയിങ് ലീഗൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമായി ഇന്ന് ക്ലാസ്സുകൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ ഈ വർഷം ആരംഭിച്ച പല ക്ലാസ്സുകളും ശ്രോതാക്കൾക്കും ഇടയിലും പഠിതാക്കൾക്കിടയിലും വളരെയേറെ ഉപകാരപ്രദമായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ഇന്ന് നമുക്കിവിടെ ക്ലാസ് അവതരിപ്പിക്കുന്നത് യുവ അഭിഭാഷകനായ അഡ്വക്കേറ്റ് നിഖിൽ നരേന്ദ്രനാണ്. നിഖിൽ നരേന്ദ്രൻ ഇന്ന് അവതരിപ്പിക്കുന്ന വിഷയം നമുക്കറിയാം, നമ്മുടെ ഭാവിയിൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കാൻ വേണ്ടി പോകുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. ഇൻഫർമേഷൻ ടെക്നോളജിയെ സംബന്ധിച്ച് വളരെയേറെ പഠിച്ചിട്ടുള്ളതും അതിൽ അവഗാഹമായി പ്രാവീണ്യം നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അഡ്വക്കേറ്റ് നിഖിൽ നരേന്ദ്രൻ. ഇന്ന് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ അതിൻ്റെ ഇലക്ട്രോണിക് എവിഡൻസിൻ്റെ എവിഡൻഷ്യറി വാല്യൂവിനെ സംബന്ധിച്ചാണ് അദ്ദേഹം ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹത്തെ ക്ലാസ് എടുക്കുന്നതിന് ക്ഷണിക്കുന്നതിന് മുമ്പായി അദ്ദേഹത്തെ സംബന്ധിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തേണ്ടുന്ന ഒരു ദൗത്യം കൂടി എനിക്കുണ്ട്. അദ്ദേഹം ഈ വളരെ ചെറുപ്പത്തിൽ തന്നെ ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ട്രൈ ലീഗൽ എന്ന ലോ ഫേമിന്റെ പങ്കാളിയാണ്. ഇന്ന് അത് ഇന്ത്യയിലും പുറത്തുമുള്ള എല്ലാ രാജ്യങ്ങളിലും ഉൾപ്പെടെ കോർപ്പറേറ്റ് ലോ എന്ന വിഷയത്തെ സംബന്ധിച്ച് കേസുകൾ നടത്തുന്ന ഒരു ഫേമാണ് ട്രൈ ലീഗൽ ഫേം. അതിൻ്റെ ഒരു പങ്കാളിയാണ് നിഖിൽ നരേന്ദ്രൻ. ഏറ്റവും കൂടുതൽ അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ടെക്നോളജി ലോസിലാണ്. നിരവധിയായ യൂറോപ്യൻ രാജ്യങ്ങളിൽ പര്യടനം നടത്തി ഇൻഫർമേഷൻ ടെക്നോളജി ലോയെ സംബന്ധിച്ച് ക്ലാസ്സുകൾ അവതരിപ്പിക്കുകയും അതുപോലെ തന്നെ പ്രഭാഷണങ്ങളും നിരവധിയായ സെമിനാറുകളിലും പങ്കെടുത്ത അദ്ദേഹം നിരവധി ആർട്ടിക്കിളുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പ്രൈവസിയെ സംബന്ധിച്ച്, ടെക്നോളജിയെ സംബന്ധിച്ച്, ബ്ലോക്ക് ചെയിൻ എന്ന വിഷയത്തെ സംബന്ധിച്ച്, IPR ആൻഡ് ടെക്നോളജി ലോ എന്ന വിഷയങ്ങളെ സംബന്ധിച്ച് നിരവധിയായ പ്രബന്ധങ്ങളും ആർട്ടിക്കിളുകളും നിരവധി മാഗസീനുകളിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നിരവധി ഇന്റർനാഷണൽ കോൺഫറൻസുകളിൽ പങ്കെടുത്ത അദ്ദേഹം ലോ സ്കൂളുകളിലെ സ്ഥിരം ക്ഷണിതാവായി ക്ലാസ് എടുക്കാറുണ്ട്. അതുപോലെ അദ്ദേഹത്തിന് ഐടെക് ലോ അസോസിയേഷന്റെ 2011 ട്രാവലിംഗ് ഫെലോഷിപ്പ് അവാർഡ് നേടിയ നിഖിൽ നരേന്ദ്രൻ അതിൻ്റെ ഭാഗമായി നിരവധി യൂറോപ്യൻ രാജ്യങ്ങളിലും ടെക്നോളജി ലോയെ സംബന്ധിച്ച് പ്രവർത്തിച്ചു വരികയാണ്. ഇപ്പോഴും ഐടെക് ലോ എന്ന സംഘടനയുടെ ബോർഡ് ഓഫ് ഡയറക്ടർമാരിൽ ഒരാളാണ് അദ്ദേഹം ഈ ചെറുപ്പ സമയത്ത് പോലും നിരവധിയായ മേഖലകളിലാണ് കൈവച്ചിട്ടുള്ളത്. അതിലെല്ലാം തന്നെ സുസ്ഥിരമായ അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ കൈവരിക്കാനും സാധിച്ചു. അദ്ദേഹം നിർമ്മിച്ച ഒരു ഫിലിമാണ് ചലച്ചിത്രം സമ്മർ ഓഫ് മിറക്കിൾസ് എന്ന പേരിൽ UK ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവൽ 2018 അവാർഡ് നേടിയതാണ്. ആ ചലച്ചിത്രം നിരവധി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലുകളിൽ പ്രദർശിപ്പിക്കുകയും നിരവധിയായ അവാർഡുകൾ വാരിക്കൂട്ടുകയും ചെയ്ത ഒരു ചലച്ചിത്രമാണ്. അദ്ദേഹം നിർമ്മിച്ചതാണ്, അദ്ദേഹം അതിൽ അഭിനയിച്ചിട്ടുമുണ്ട്. അത് നമുക്ക് ഇപ്പം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന അദ്ദേഹം നിരവധിയായ ദൃശ്യ മാധ്യമങ്ങളിൽ ഈ ഇടക്കാലത്തായി നമ്മൾ കാണുന്നുണ്ടാവും. അദ്ദേഹം ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻഫർമേഷൻ ടെക്നോളജിയെ സംബന്ധിച്ചും ടെലികമ്മ്യൂണിക്കേഷൻ ലോയെ സംബന്ധിച്ചും എല്ലാം വരുന്ന നിരവധിയായ ചർച്ചകളിൽ അദ്ദേഹം ദൃശ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. ആ ചർച്ചകളിലെല്ലാം പങ്കെടുത്ത് ശക്തമായ വാദമുഖങ്ങൾ ഉന്നയിക്കുന്ന ഒരു ചെറുപ്പക്കാരനായ വ്യക്തിത്വം മറ്റാരുമല്ല, തിരുവനന്തപുരം ബാറിലെ ഒരു സ്ഥിരം അംഗവും ലൈഫ് മെമ്പറും അതുപോലെ തന്നെ നമ്മുടെ ബാറിലെ തന്നെ മുതിർന്ന അഭിഭാഷകനും ആയ അഡ്വക്കേറ്റ് വഴുതക്കാട് നരേന്ദ്രൻ നായരുടെയും ലേഖ നരേന്ദ്രൻ്റെയും മകനാണ് നിഖിൽ നരേന്ദ്രൻ എന്ന ചെറുപ്പക്കാരൻ. ഞാൻ അഡ്വക്കേറ്റ് നിഖിൽ നരേന്ദ്രനെ ഇന്നത്തെ ക്ലാസ് എടുക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. സോറി, ഓഡിയോ ഇല്ല നിഖിൽ. സോറി, എൻ്റെ മ്യൂട്ടിലായിരുന്നു, ക്ഷമിക്കണം. വളരെ വളരെ നന്ദി ബാലചേട്ട ഒരു ഇൻട്രൊഡക്ഷന്.
ഇവിടെയുള്ള പലർക്കും എന്നെ ചെറിയ കാലം മുതൽ തന്നെ അറിയായിരിക്കും. കാര്യം ഞാൻ വഞ്ചൂർ പരിസരത്തിൽ കുട്ടിക്കാലം മുതൽ തന്നെ ഒരുപാട് സമയം ചെലവഴിച്ച ഒരാളാണ്. അത് പറയുമ്പോൾ തന്നെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, ഞാൻ ഒന്നാം വർഷ നിയമ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ അച്ഛൻ്റെ കൂടെ ബാർ അസോസിയേഷൻ ബിൽഡിങ്ങിലോട്ട് വരുന്നു. അതിന്റെ മുമ്പിൽ ഒരു ബുക്ക് സ്റ്റോൾ, ബുക്കുകൾ നിരത്തി വെക്കുന്നുണ്ടായിരുന്നു. ആ ബുക്കുകളുടെ ഇടയിൽ നിന്ന് ഞാൻ ഒരു ബുക്ക് പഴുതി കണ്ടുപിടിച്ചു. അതിന്റെ പേരാണ് ലോ റിലേറ്റിംഗ് ടു കമ്പ്യൂട്ടേഴ്സ് ഇന്റർനെറ്റ് എന്നുള്ള ബുക്ക് ഞാൻ കണ്ടുപിടിച്ചു. അത് എഴുതിയത് രാഹുൽ മാത്തൻ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ രാഹുൽ മാത്തന്റെ അടിയിൽ, രാഹുൽ മാത്തൻ എന്റെ സീനിയറായി, ഞാൻ അദ്ദേഹത്തിന്റെ അടിയിൽ പണിയെടുത്തു. അങ്ങനെയാണ് എനിക്ക് ഈ സ്പെഷ്യലൈസേഷൻ ഉണ്ടാവാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് രാഹുൽ മാത്തന്റെ കൂടെ പണിയെടുത്തുകൊണ്ടാണ്. ആ വഴിത്തിരിവ് എനിക്ക് ഉണ്ടായതും തിരുവനന്തപുരം ബാർ അസോസിയേഷനിൽ നിന്നാണ്. എന്നെ ഈ ക്ലാസ് എടുക്കാൻ സ്വാഗതം ചെയ്തതിൽ എനിക്ക് കൊച്ചുകാലം മുതലേ അറിയാവുന്ന ബാലചേട്ടനോടും പിന്നെ ജി മുരളീധരൻ സാറിനോടും എസ് എൻ ശിവലാൽ സാറിനോടും വളരെയധികം നന്ദി. എല്ലാം പങ്കെടുക്കുന്ന എല്ലാ മെമ്പേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ഞാനൊന്ന് എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഇത് ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഒരു ജോയിന്റ് ക്ലാസ് ആയിട്ട് തന്നെ ഇത് മുമ്പോട്ട് പോവാം. അപ്പൊ ഒരു ഇമ്പോർട്ടന്റ് കാര്യം എനിക്ക് പറയാനുള്ളത് എന്ന് പറയുന്നത്, നമുക്ക് IT ആക്ട് എന്ന് പറയുന്ന ഒരു വളരെ എന്റെ വീഡിയോ സ്റ്റോപ്പായി. IT ആക്ട് എന്നുള്ളത് ഒരു വളരെയധികം തന്നെ ഒരു വലിയ സബ്ജക്റ്റ് ആണ്. അത് ഞാനിപ്പോ സായി യൂണിവേഴ്സിറ്റി എന്നുള്ള യൂണിവേഴ്സിറ്റിയിൽ 20ഓളം ക്ലാസ്സുകൾ എടുത്ത് പഠിപ്പിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം ഇതിനെപ്പറ്റി കവർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പോവാം. ഒരു കാര്യം നമ്മൾ ഈ ആക്ടിനെ പറ്റി മനസ്സിലാക്കേണ്ടത്, ഇതൊരു പുതിയൊരു നിയമമല്ല. ഇത് 1999 മുതലേ ഉള്ളൊരു നിയമമാണ്. അതായത് ഞാൻ നിയമം പഠിക്കുന്നതിന് മുമ്പേ ഉള്ള നിയമമാണ്. അപ്പോ ആ സമയം മുതൽ തന്നെ നമ്മൾ പാർലമെന്റ് റെക്കോർഡുകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു വിപ്ലവം നടക്കാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഫർമേഷൻ ടെക്നോളജിയെ കവർ ചെയ്യുന്ന ഒരു നിയമം വേണം എന്നുള്ള ചർച്ചകൾ തുടങ്ങിയത് ഇന്ത്യൻ പാർലമെന്റിൽ 1999 അവസാനത്തോടെയാണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായി തന്നെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, പാർലമെന്റിന്റെ ആ സമയത്ത് കൊണ്ടുവന്ന നിയമത്തിനകത്ത് അവർ യുണൈറ്റഡ് നേഷൻസിന്റെ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് ഫോർ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻസ് എന്നുള്ള ഒരു ഡോക്യുമെന്റിന് ആധാരമാക്കിയാണ് നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതിന്റെ കുറച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സവിശേഷതകൾ ഉണ്ടെന്ന് പറയുന്നത്, അത് ഡിജിറ്റൽ സിഗ്നേച്ചറുകൾക്ക് വേണ്ടി, അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇടുന്ന കയ്യൊപ്പിന് അതിന്റെ ഡിജിറ്റൽ വെർഷന് വേണ്ടിയുള്ള ഒരു കയ്യൊപ്പിന്റെ ഒരു അതോറിറ്റി ഉണ്ടാക്കുന്നു. അതിന് IT ആക്ടിന്റെ അടിയിൽ ഒരു സാധ്യത കൊടുക്കുന്നു. അതേസമയം ഈ ഇൻഫർമേഷൻ ടെക്നോളജി വളർന്നു വരുന്നതോടെ തന്നെ ഒരുപാട് സൈബർ ക്രൈമുകൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഒരുപാട് ഒഫൻസസ് IT ആക്ടിന്റെ അടിയിൽ ഉണ്ടാക്കുന്നു. ഒരു സിവിൽ ലയബിലിറ്റി റെജീമും IT ആക്ടിന്റെ അടിയിൽ ഉണ്ടാക്കുന്നു. ഹാക്കിങ്ങും ഡേറ്റ ദുരുപയോഗം ചെയ്യുമ്പോൾ വരുന്ന കാര്യങ്ങളും ഉപയോഗിച്ചൊരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കുന്നു. പിന്നെ ഒരു വളരെ ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് ഇന്റർമീഡിയറി നിഖിൽ, അതെ ആയിട്ടില്ലേ? ഓക്കെ. ഇപ്പൊ കാണാം. അപ്പോ അങ്ങനെ ഒരു സേഫ് ഹാർബർ പ്രൊവിഷൻ ഉണ്ടാവുന്നു. അപ്പൊ അപ്പൊ ഈ സേഫ് ഹാർബറിനെ പറ്റി നമുക്ക് കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം. പക്ഷെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം നമ്മൾ ആലോചിക്കാനുള്ളതെന്ന് പറയുന്നത്, സേഫ് ഹാർബർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇപ്പോ സേഫ് ഹാർബർ എന്ന് പറയുന്നത് ഒരു നിയമപരമായ ഒരു സുരക്ഷാ വലയം എന്നാണ്. ഇപ്പൊ നമ്മൾ അടുത്ത കുറച്ച് നാളുകൾക്കിടയിൽ ന്യൂസ് പേപ്പറുകൾ വായിക്കുകയാണെങ്കിൽ ഇപ്പൊ സോഷ്യൽ മീഡിയ നിയമങ്ങളെ പറ്റി ഒരു ചർച്ച നടക്കുന്നുണ്ട്. അങ്ങനെ ചർച്ച നടക്കുന്നുണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ നിയമങ്ങളുടെയൊക്കെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിനിടയിലുള്ള സേഫ് ഹാർബർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. അതായത് ഫേസ്ബുക്ക് പോലുള്ള അല്ലെങ്കിൽ ഗൂഗിൾ പോലുള്ള കമ്പനികൾ തേർഡ് പാർട്ടി യൂസേഴ്സ് ജനറേറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻ, അതായത് നമ്മളോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ സൂമിൽ സംസാരിക്കുന്നു അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് വഴി സംസാരിക്കുന്നു, അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിവരങ്ങളെ പറ്റി ഗൂഗിളിനോ അല്ലെങ്കിൽ സൂമിനോ യാതൊരു ധാരണയും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഗൂഗിളിനെയോ സൂമിനെയോ ഈ തരത്തിലുള്ള കോണ്ടന്റുകൾ കാരണം നിയമപരമായി ലയബിലിറ്റി ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു നിയമമാണ് സേഫ് ഹാർബർ.
അതും ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ ഇടയിൽ ഒരു വലിയൊരു സവിശേഷതയാണ്. വേറൊരു നിയമത്തിലും സാധാരണ നമുക്ക് കാണാൻ പറ്റാത്തൊരു പ്രിൻസിപ്പിൾ ആണ് സേഫ് ഹാർബർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് 2008 ഒന്നും കൂടെ അമെൻഡ് ചെയ്തു, ആക്ട് അമെൻഡ് ചെയ്ത് കുറെ അധികം പുതിയ പ്രൊവിഷൻസ് കൊണ്ടുവന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്ന ആ സമയത്ത് നമുക്കറിയാം ഈ തീവ്രവാദ പ്രശ്നങ്ങൾ കുറച്ച് കൂടി നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറെ സൈബർ ടെററിസം മുതലായ ഒരുപാട് പ്രൊവിഷൻസ് IT ആക്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പുതിയ കുറെ ഒഫൻസസ് IT ആക്ടിന്റെ ഇടയിൽ കൊണ്ടുവന്നു. അങ്ങനെ ഒരു തവണ IT ആക്ട് അമെൻഡഡും ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ ചർച്ച നടക്കുന്നതെന്ന് പറയുന്നത് ഗവൺമെന്റ് ഇപ്പോൾ മൂന്നാമതൊരു അമെൻമെന്റ് കൊണ്ടുവരാനുള്ള ചർച്ചകൾ നടക്കുകയാണ്. അടുത്ത വർഷം പുതിയൊരു അമെൻമെന്റ് നമുക്ക് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൽ പ്രതീക്ഷിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമായി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് ഒരുവിധപ്പെട്ടിയുള്ള എല്ലാ ഇലക്ട്രോണിക് റെക്കോർഡുകളും ഒരുവിധപ്പെട്ടിയുള്ള എല്ലാ ഇലക്ട്രോണിക് കോൺട്രാക്റ്റുകളും എല്ലാം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ ഇടയിൽ ഗവൺ ചെയ്യുന്ന ഒന്നാണ്. പക്ഷെ അതിൽ ചില എക്സ്ക്ലൂഷൻസ് ഉണ്ട്. അതായത് IT ആക്ട് അപ്ലൈ ചെയ്യാത്ത അല്ലെങ്കിൽ ഇലക്ട്രോണിക്കലി നമ്മൾ ട്രാൻസാക്ട് ചെയ്യാൻ നേരത്ത് നിയമസാധുത ഇല്ലാത്ത കുറെ ഇൻസ്ട്രുമെന്റ്സും ഉണ്ട്. അത് IT ആക്ട് പ്രത്യേകം എടുത്തു പറയുന്നു. ഒന്നെന്ന് പറയുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ടുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ IT ആക്ട് വഴി ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അത് വാലിഡ് അല്ല. രണ്ടാമത്തത് പവർ ഓഫ് അറ്റോർണി. പവർ ഓഫ് അറ്റോർണി ഇലക്ട്രോണിക്കലി നമ്മൾ സൈൻ ചെയ്യുകയാണെങ്കിൽ അത് വാലിഡ് അല്ല. ട്രസ്റ്റ് വേറൊന്നാണ്. രണ്ടാമത്തത് ഒന്നും നമ്മുടെ വില്ല്, നമ്മൾ ചെയ്യുന്ന വില്ലുകൾ സക്സഷൻ ആക്ടിന് അടിയിൽ ചെയ്യുന്ന വില്ലുകളൊന്നും ഇലക്ട്രോണിക്കലി നമുക്ക് ചെയ്യാൻ പറ്റില്ല. അടുത്തതെന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് കരാറുകളൊന്നും നമുക്ക് ഇലക്ട്രോണിക്കലി ചെയ്യാൻ പറ്റില്ല. അതായത് ഇതെല്ലാം ഇങ്ങനെയുള്ള കരാറുകളും ഇങ്ങനെയുള്ള ഡോക്യുമെന്റുകളെല്ലാം നമുക്ക് ഇപ്പോഴും പഴയതുപോലെ പേപ്പറിൽ തന്നെ എഴുതി തയ്യാറാക്കേണ്ടി ഒപ്പിട്ട് ചെയ്യേണ്ടി വരും. ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള കോൺട്രാക്റ്റുകളും എല്ലാ തരത്തിലുള്ള റെക്കോർഡുകളും നമുക്ക് IT ആക്ടിന്റെ അടിയിൽ നിയമപരമായി സാധുതയുണ്ട്. ആ സാധുതയെ പറ്റി നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പ് കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് IT ആക്ടിന്റെ അടിയിലുള്ള ഒരു ഇമ്പോർട്ടന്റ് ഡെഫിനിഷൻസ് എന്നെ പറ്റി ഒന്ന് എളുപ്പം നോക്കിയിട്ട് പോവാം. ഒന്നെന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഫോം എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ ആണ്. അതായത് ഏത് തരത്തിലുള്ള ഇലക്ട്രോണിക് റെക്കോർഡുകളും, അതിപ്പോൾ കമ്പ്യൂട്ടറിലായാലും മൊബൈലായാലും CD-യിലായാലും ഫ്ലോപ്പി ഡിസ്കിലായാലും USB ഡ്രൈവിലായാലും വാട്സാപ്പിൽ കൂടെ അയക്കുന്ന ഇമേജുകളായാലും ഏത് തരത്തിലുള്ള ഇമേജുകളായാലും ഏത് തരത്തിലുള്ള സൗണ്ട് ഫയലുകളായാലും എല്ലാം ഇലക്ട്രോണിക് ഫോമാണ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് റെക്കോർഡാണ്. വളരെ വലിയൊരു വൈഡായിട്ടൊരു ഡെഫിനിഷനാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിനിടയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള റെക്കോർഡുകളും നമ്മൾ ഒരുവിധം കമ്പ്യൂട്ടർ വെച്ചോ മൊബൈൽ വെച്ചോ ടാബ്ലറ്റ് വെച്ചോ ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള റെക്കോർഡുകളും ഇലക്ട്രോണിക് റെക്കോർഡായിട്ട് കൺസിഡർ ചെയ്യും. അടുത്ത ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള സിഗ്നേച്ചറുകളെ പറ്റി സംസാരിക്കുന്നുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഡിജിറ്റൽ ഒപ്പുകൾ പറ്റി സംസാരിക്കുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയും, രണ്ടെന്ന് പറയുന്നത് ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്ന് പറയും. അതിനെ പറ്റിയുള്ള വ്യത്യാസത്തിലോട്ടും അതിന്റെ അതെങ്ങനെയാണ് ഡിഫറെന്റ് ആയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാം. അടുത്ത ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്ന് പറയുന്നത് ഒരുപാടധികം സൈബർ ക്രൈമുകളെ പറ്റി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് സംസാരിക്കുന്നുണ്ട്. രണ്ടാമത്തത് നിങ്ങളുടെ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലോ ആരെങ്കിലും ഹാക്ക് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയുടെ കമ്പ്യൂട്ടറോ മൊബൈലോ ഹാക്ക് ചെയ്യുകയാണെങ്കിലോ അതിനെ പറ്റിയുള്ള ഒരു സിവിൽ ലയബിലിറ്റി റെജീം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഉണ്ടാക്കുന്നുണ്ട്. രണ്ടെന്ന് പറയുന്നത് അത് നമ്മുടെ ഡേറ്റ, നമ്മുടെ പേഴ്സണൽ ഡേറ്റ അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ സ്വകാര്യ വ്യക്തി വിവരങ്ങൾ സൂക്ഷിക്കാനുള്ള ബാധ്യത ഏറ്റെടുക്കുന്ന സർവീസ് പ്രൊവൈഡേഴ്സിനെ IT ആക്ടിന്റെ അടിയിൽ നമുക്കൊരു സിവിൽ ലയബിലിറ്റി റെജീം IT ആക്ട് ഉണ്ടാക്കുന്നുണ്ട്. അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ ഇന്റർമീഡിയറ്റ്സിന്റെ കാര്യമാണ്. അതായത് നമ്മൾ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ കമ്പനികളോ അല്ലെങ്കിൽ വെബ്സൈറ്റുകളോ നമ്മുടെ ഇൻഫർമേഷനുകൾ സ്റ്റോർ ചെയ്യുന്ന സോഷ്യൽ മീഡിയ കമ്പനികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഗവേൺ ചെയ്യുന്ന ഒരു ഫ്രെയിംവർക്കും IT ആക്ടിനുണ്ട്. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെന്റ് ചെയ്യുന്ന ഇന്റർസെപ്ഷൻ മോണിറ്ററിംഗ് എന്ന് പറയുന്ന, അതായത് നമ്മുടെ പണ്ട് കാലത്ത് ഫോൺ ടാപ്പിംഗ് എന്ന് വിളിച്ചുകൊണ്ടിരുന്ന അതേ സംഭവം ഇപ്പോൾ വളരെയധികം മോഡേണും അഡ്വാൻസ്ഡും ആണ്. അതായത് നമ്മളിപ്പോൾ ഈ വാട്സാപ്പിൽ കൂടെ സംസാരിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ ഫോണുകളിൽ കൂടെ സംസാരിക്കുന്നതും എല്ലാം ഗവൺമെന്റ് എങ്ങനെ ചോർത്താം എന്നുള്ളതിൻ്റെ ഉള്ള കാര്യങ്ങളും ഗവേൺ ചെയ്യുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടാണ്. അപ്പോൾ സൈബർ ക്രൈമുകളെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ക്രൈമാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഹാക്കിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചു കാണും. ഹാക്കേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെയുണ്ട്. അവർ ചെയ്യുന്നതെന്ന് പറയുന്നത് ഓരോ കമ്പ്യൂട്ടറുകളിൽ നുഴഞ്ഞു കയറുക അല്ലെങ്കിൽ ഫോണുകളിൽ നുഴഞ്ഞു കയറുക. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒരു വിവാദമുണ്ടായിരുന്നു. ഗവൺമെന്റിന്റെ
അനുവാദത്തോടെ ചില ഹാക്കേഴ്സ് ചില ജേർണലിസ്റ്റുകളുടെ ഫോണിൽ നുഴഞ്ഞു കയറി അവരുടെ നിന്ന് ഡേറ്റ ചോർത്തി എന്നൊക്കെ പറഞ്ഞ് വിവാദം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതെല്ലാം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ അടിയിൽ വളരെ സീരിയസ് ആയിട്ടൊരു ക്രൈമാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒന്നൊരു സിവിൽ ലയബിലിറ്റി ഉണ്ട്, അതായത് നമുക്ക് അവർക്കെതിരെ കേസ് കൊടുത്ത് ഒരു കോമ്പൻസേഷൻ വാങ്ങിക്കാം. അതല്ലെങ്കിൽ നമുക്ക് പോലീസ് കേസ് കൊടുത്ത് ഫയൽ ചെയ്ത് നമുക്ക് അവരെ ജയിലിലാക്കാം. അവർക്കെതിരെയുള്ള എവിഡൻസ് നമ്മൾ കൊണ്ടുവരാൻ പറ്റുമൊക്കെ. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് പോണോഗ്രഫി അല്ലെങ്കിൽ ചൈൽഡ് അബ്യൂസ് മെറ്റീരിയൽസ്, അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒബ്സീൻ മെറ്റീരിയൽസ്. ഇന്ത്യൻ പീനൽ കോഡിൽ പറഞ്ഞിട്ടുള്ള ഒബ്സീനിറ്റിയുടെ പ്രൊവിഷനെ പറ്റി നമുക്കറിയായിരിക്കും. അതുപോലെ തന്നെ വളരെ സിമിലർ ആയിട്ടുള്ള കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ചില ക്രിമിനൽ ഒഫൻസസും ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ ഇടയിലുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചൈൽഡ് അബ്യൂസ് മെറ്റീരിയൽ ആണ്. നമ്മൾ ഇപ്പോൾ വായിക്കാറുണ്ട് ഈ പീഡോഫൈലുകൾ ഓൺലൈൻ മാർഗങ്ങൾ ഉപയോഗിച്ച് പിള്ളേരെ ഉപദ്രവിച്ചുള്ള മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നത് വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ ഇടയിൽ ഹാൻഡിൽ ചെയ്യുന്നു. ഒരു വളരെ സ്ട്രിക്റ്റ് ലയബിലിറ്റി ഒഫൻസ് ആണ്. ആരെങ്കിലും ചൈൽഡ് അബ്യൂസ് മെറ്റീരിയൽ ഓൺലൈനുകൾ സെർച്ച് ചെയ്യൽ പോവുകയും ചെയ്യുന്നെങ്കിൽ പോലും നിങ്ങൾക്കെതിരെ കേസ് നിലനിൽക്കാം, നിങ്ങളെ പിടിച്ച് അകത്തിടാം. അങ്ങനെയുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒഫൻസസ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ അടിയിലുണ്ട്. അടുത്തതെന്ന് പറയുന്നത് സൈബർ ടെററിസം, അതായത് നമ്മുടെ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റിന്റെ സെർവേഴ്സ്, ടെലികോം കമ്പനികളുടെ സെർവേഴ്സ്, ഇതൊക്കെ വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. അതിലോട്ട് ആരെങ്കിലും നുഴഞ്ഞു കയറുകയോ നമ്മുടെ ഇപ്പോൾ എല്ലാം ഓൺലൈൻ ആണല്ലോ. അപ്പം ഫോർ ഇൻസ്റ്റൻസ് നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ ഗ്രിഡ് തന്നെ, ട്രിവാൻഡ്രത്തുള്ള ഇലക്ട്രിസിറ്റിയുടെ ഗ്രിഡ് തന്നെ ആർക്കെങ്കിലും വേണമെങ്കിൽ കയറി പ്രവർത്തിച്ചതോ അത് ഹാക്കിങ്ങിൽ കൂടെ ഓഫ് ആവാന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെ സൈബർ ടെററിസമായി വിളിക്കുന്നു. അതും ഒരു ഒഫൻസ് ആണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ ഇടയിൽ. അടുത്തതെന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു ഒഫൻസ് ആണ് ചീറ്റിംഗ് ബൈ ഇംപേഴ്സണേഷൻ. അത് IPC അടിയിലുള്ളതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലുള്ളൊരു സിമിലർ പ്രൊവിഷൻ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ ഇടയിലുണ്ട്. അടുത്തതെന്ന് പറയുന്നത് ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറയും. ആളുകളുടെ പാസ്വേഡ് അടിച്ചു മാറ്റുക, അല്ലെങ്കിൽ ബാങ്കിങ് പാസ്വേഡ് അടിച്ചു മാറ്റുക. നിങ്ങളുടെ ഈ സ്ഥിരം ഈ കോളുകൾ വരാറുണ്ട്, സാറിന്റെ OTP നമ്പർ പറഞ്ഞു തരാവോ, CVV നമ്പർ പറഞ്ഞു തരാവോ, ക്രെഡിറ്റ് കാർഡിന്റെ ഒക്കെ കോൾ വരുന്ന ഒരുതരം ആക്ടിവിറ്റീസ് അല്ല ഐഡന്റിറ്റി തെഫ്റ്റിന്റെ ഭാഗമായിട്ട് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഗവേൺ ചെയ്യുന്നു. അപ്പോൾ ഒരു കാര്യം ഈ സൈബർ ക്രൈമുകളെ പറ്റി പറയേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ സൈബർ ക്രൈമുകളിൽ ഇപ്പം സൈബർ സെല്ലുകൾ എല്ലായിടത്തും ഉണ്ട്. അവിടെ നമുക്ക് കംപ്ലൈന്റ് ബോധിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ഒരു സൈബർ പോർട്ടൽ തുടങ്ങിയിട്ടുണ്ട്, അവിടെ നമുക്ക് കംപ്ലൈന്റ് ബോധിപ്പിക്കുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഞാൻ നേരത്തെ ഒരു സിവിൽ ഒഫൻസ് അല്ലെങ്കിൽ സിവിൽ ലയബിലിറ്റി രണ്ട് ഒഫൻസിനെ പറ്റി പറഞ്ഞു. അതിനും ഒരു മെക്കാനിസം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ ഇടയിൽ ഓതറൈസ്ഡ് അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ എന്ന് പറഞ്ഞൊരു ഓഫീസറിനെ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്യാം. ഇപ്പൊ കേരള ഗവൺമെന്റ് അത് കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് വരെ ചെയ്തുകൊണ്ടിരുന്നത്, ലാസ്റ്റ് അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ ശ്രീ ശിവശങ്കർ ആയിരുന്നു. അദ്ദേഹം പോയതിനു ശേഷം ഇപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് കേരള ഗവൺമെന്റിന് കേരളത്തിൽ നടക്കുന്ന സിവിൽ ലയബിലിറ്റി മാറ്റേഴ്സിന് എവിടെ പോകണം എന്നുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി ഇപ്പോൾ ഒരു കേസ് ഹൈക്കോടതിയിൽ ഞങ്ങളും കൂടെ മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ക്ലാരിറ്റി ഇതുവരെ ഇല്ല. പക്ഷെ എല്ലായിടത്തും ഒരു അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ ഇടയിൽ വേണം. അതൊരു എക്സിക്യൂട്ടീവ് ആണ്, അതായത് ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ ആണ്. സാധാരണ സെക്രട്ടറി റാങ്കുള്ള ഒരു ഓഫീസറാണ് ഇതിലിരിക്കുന്നത്. അവരുടെ മുമ്പിൽ കോമ്പൻസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് ഹാക്കിംഗ് നടന്നാലോ അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റ ആരെങ്കിലും ദുരുപയോഗം ചെയ്യുകയാണെങ്കിലോ നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ പോയി നമുക്ക് കോമ്പൻസേഷൻ മേടിച്ചെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ ഗൂഗിളിലോ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും നമുക്ക് ഉചിതമല്ലാത്ത എന്തെങ്കിലും കാര്യമുണ്ട്, ഏതെങ്കിലും ഡിഫമേഷൻ മാറ്റേഴ്സ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ടേക്ക് ഡൗൺ ചെയ്യാനുള്ള റിക്വസ്റ്റുമായിട്ട് നമുക്ക് ഈ അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസറിന്റെ മുമ്പിൽ പോകാന്നുള്ളതാണ്. ആ റൂട്ട് നടന്നില്ല, അവിടെ നമുക്ക് നീതി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പീലിന് പോകാം. ആ അപ്പീൽ പോകുന്നതെന്ന് പറഞ്ഞ് സെൻട്രലുള്ള ഡൽഹിയിലുള്ള അപ്പലേറ്റ് അതോറിറ്റിയുടെ മുമ്പിലാണ്. അപ്പലേറ്റ് അതോറിറ്റി ഇപ്പോൾ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ടെലികോം ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് അതോറിറ്റി TDSAT ന്റെ മുമ്പിലാണ്. അപ്പോൾ അവരാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ അടിയിലുള്ള അപ്പീലുകൾ ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ളത്. ഞാനൊരു 5 മിനിറ്റ് ഇന്റർമീഡിയറി സേഫ് ഹാർബറിനെ പറ്റി സംസാരിക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മുടെ ഓൺലൈനുള്ള കമ്പനികൾക്ക് തേർഡ് പാർട്ടികൾ ജനറേറ്റ് ചെയ്യുന്ന ഇൻഫർമേഷന്റെ പേരിൽ യാതൊരുവിധ ബാധ്യതയോ ലയബിലിറ്റിയോ ഇല്ല. അതായത് ഇപ്പം നമ്മൾ വാട്സാപ്പിൽ കൂടെ ഒരാൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അയക്കുന്ന മെസ്സേജ് ഒരുപക്ഷെ ഒബ്സീൻ മെസ്സേജ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫമേറ്ററി മെറ്റീരിയൽ ആയിരിക്കാം, അല്ലെങ്കിൽ രാജ്യദ്രോഹപരമായ കാര്യങ്ങളാവാം. അപ്പോൾ അത് ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലോട്ട് എത്തിക്കുക എന്നുള്ളൊരു ഫംഗ്ഷൻ മാത്രമേ വാട്സാപ്പ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഗൂഗിൾ അല്ല ആ
ആ മെറ്റീരിയൽ അവിടെ പബ്ലിഷ് ചെയ്യുന്നത്. ഗൂഗിൾ അല്ല അത് ആ മെസ്സേജ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഗൂഗിളിനെ ഒരിക്കലും നമുക്ക് നിയമപരമായി ആ മെസ്സേജിന്റെ ലയബിലിറ്റി ഗൂഗിളിന് നമുക്ക് ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ആ ഒരു കോൺസെപ്റ്റ് ആണ് ഇന്റർമീഡിയറി സേഫ് ഹാർബർ എന്ന് പറഞ്ഞ് IT ആക്ടിനിടയിൽ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത്, ഇപ്പം അടുത്തിടയ്ക്ക് 2021 ഒരുപാട് ഡിബേറ്റുകളൊക്കെ, TV ഡിബേറ്റുകളൊക്കെ ഇതിലും വലിയ നടന്നതാണ്. സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് വേണ്ടി ഗവൺമെന്റ് ഇപ്പോൾ ഒരു നിയമം പാസ്സാക്കി. ഇപ്പോൾ സോഷ്യൽ മീഡിയ കമ്പനികൾ ഇങ്ങനെയുള്ള മെസ്സേജുകൾ ഉണ്ടെങ്കിൽ, നിയമപരമായ അല്ലാത്ത മെസ്സേജുകൾ ഉണ്ടെങ്കിൽ അതിനെ ടേക്ക് ഡൗൺ ചെയ്യാനുള്ള ഒരു ഡീറ്റെയിൽഡ് മെക്കാനിസം ഗവൺമെന്റ് ഉണ്ടാക്കി. അതിനെപ്പറ്റി ഇപ്പോൾ അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ സാധ്യതയെ പറ്റി ഇപ്പോൾ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഡൽഹി ഹൈക്കോടതിന്റെയും ചെന്നൈ ഹൈക്കോടതിന്റെ മുമ്പിൽ കുറെ കേസുകളുണ്ട്. ഡൽഹി ഹൈക്കോടതിയിലുള്ള കേസുകളിൽ ഞാനും ഡയറക്ട്ലി പങ്കാളിയാണ്. അപ്പോൾ അതിപ്പോൾ ഒരു ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മനസ്സിൽ വെക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു ജനറൽ ടെൻഡൻസി ഉണ്ട്. ഇപ്പൊ ഗൂഗിളിൽ ഒരു മെറ്റീരിയൽ നമുക്ക് ഇഷ്ടപ്പെടാതെ നമ്മുടെ ക്ലയന്റിനെതിരെ എന്തെങ്കിലും ഒരു മാറ്റർ അവിടെ വന്ന് നമുക്കത് പോയി എടുത്ത് കളയണം ഗൂഗിളിൽ നിന്നുണ്ടെങ്കിൽ, ഗൂഗിളിനെതിരെയും കൂടെ കേസ് ഫയൽ ചെയ്യാന്നുള്ളതൊരു ഒരു സ്ഥിരം ഒരു പ്രൊസീജിയർ ഉണ്ട്. നമ്മുടെ നാട്ടിലും എല്ലായിടത്തും ഉള്ളൊരു സ്ഥിരം പ്രൊസീജിയറാണ്. അതുകൊണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ല, അവരുടെ അറ്റൻഷനും നമുക്ക് പിടിക്കാം എന്ന് മാത്രമേ കാര്യമുള്ളൂ. നമുക്ക് അവരെ ലൈബിൾ ആക്കാൻ പറ്റില്ല. പക്ഷെ അവരുടെ അടുത്ത് നമുക്ക് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർ ആ കണ്ടന്റ് ടേക്ക് ഡൗൺ ചെയ്യണം. കണ്ടന്റ് ടേക്ക് ഡൗൺ ചെയ്തില്ലെങ്കിൽ ഗൂഗിളിന്റെ പേരിൽ ലയബിലിറ്റി ഉണ്ട്. അപ്പൊ അതാണ് ഈ സേഫ് ഹാർബർ ആസ്പെക്ട്സിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പൊ ഗൂഗിളിൽ നമുക്ക് വേണ്ടാത്തൊരു കാര്യമുണ്ടെങ്കിൽ അത് ടേക്ക് ഡൗൺ ചെയ്യണമെങ്കിൽ, നിയമപരമായി നമുക്കത് ടേക്ക് ഡൗൺ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെങ്കിൽ, നമുക്ക് ഗൂഗിളിന്റെ മെക്കാനിസംസ് ഉണ്ട്. അതുവഴി ഗൂഗിളിനെ അപ്രോച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഫേസ്ബുക്കിനെ അപ്രോച്ച് ചെയ്യാം, അല്ലെങ്കിൽ വാട്സാപ്പിനെ അപ്രോച്ച് ചെയ്യാം. അവരത് എടുത്ത് കളഞ്ഞില്ല എങ്കിൽ നമുക്ക് അവർക്കെതിരെ ഒരു കേസ് അല്ലെങ്കിൽ ഒരു ബാധ്യതയായിട്ട് പോവാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാലോചിക്കേണ്ടതെന്ന് പറയുന്നത്, അവർക്കത് ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്കെതിരെ നമുക്ക് ലയബിലിറ്റി ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. കാര്യം ഇങ്ങനെയുള്ള കമ്പനികളിൽ IT ആക്ട് ഒരു സേഫ് ഹാർബർ ലയബിലിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ജനറൽ ഓവർവ്യൂ IT ആക്ടിനെ പറ്റി. അത് കഴിഞ്ഞ് നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുള്ളതെന്ന് പറയുന്നത്, ഒന്ന് ഇലക്ട്രോണിക് റെക്കോർഡുകളുടെ റെക്കഗ്നിഷനെ പറ്റിയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് കൊണ്ട് ഗവൺമെന്റ് ഉദ്ദേശിച്ച ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിനു മുമ്പ് 1999 മുമ്പ് ഇലക്ട്രോണിക് റെക്കോർഡുകൾക്ക് നിയമപരമായി ഇന്ത്യയിൽ സാധുതയില്ലായിരുന്നു. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടി ഗവൺമെന്റ് കുറെ പ്രൊവിഷൻസ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിനിടയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സെക്ഷൻ 4 ആണ്. അപ്പൊ സെക്ഷൻ 4 പറയുന്നതെന്ന് പറയുന്നത്, നമ്മുടെ നിയമപ്രകാരം നമ്മൾ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് നമ്മൾ എഴുതി വെക്കണമെന്നോ, അല്ലെങ്കിൽ പ്രിന്റ് ചെയ്ത് വെക്കണമെന്നോ, അല്ലെങ്കിൽ ടൈപ്പ് റൈറ്റ് ചെയ്ത് വെക്കണമെന്നോ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇനി മുതൽ ഇലക്ട്രോണിക് റെക്കോർഡുകളിൽ സ്റ്റോർ ചെയ്താലും ആ നിയമപരമായ ബാധ്യത സാറ്റിസ്ഫൈഡ് ആവും എന്നാണ് സെക്ഷൻ 4 പറയുന്നത്. അതായത് നമ്മൾ ഇപ്പൊ ഒരു വളരെ ചെറിയൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, നമുക്കിപ്പോ അഡ്വക്കേറ്റ് ഓഫീസുകളിലൊക്കെ നമ്മൾ ലെഡ്ജർ സൂക്ഷിക്കാറുണ്ട്. അപ്പം കക്ഷികൾ തരുന്ന ഫീസിന്റെയും അതിന്റെയൊക്കെ ലെഡ്ജർ മറ്റേ ഇൻകം ടാക്സിന് വേണ്ടി സൂക്ഷിക്കാറുണ്ടെങ്കിൽ, അത് നമ്മളൊരു കമ്പ്യൂട്ടറിൽ ഒരു എക്സൽ ഫയലായിട്ട് സൂക്ഷിച്ചാൽ മാത്രം മതി. നമുക്കൊരു സെപ്പറേറ്റ് ഒരു ഫിസിക്കൽ ആയിട്ടൊരു ലെഡ്ജർ ബുക്ക് വെക്കേണ്ട കാര്യമില്ല. അതുപോലെ വേറെ എന്തെങ്കിലും രീതിയിൽ രജിസ്റ്റർ വെക്കേണ്ട ഒരു ബാധ്യത ഉണ്ടെങ്കിൽ, ഇപ്പൊ ഗവൺമെന്റ് ഓഫീസുകളിൽ, സർക്കാർ ഓഫീസുകളിലുള്ള അറ്റൻഡൻസ് രജിസ്റ്റർ വെക്കാനൊരു നിയമമുണ്ടെങ്കിൽ, അങ്ങനെ ആ രജിസ്റ്റർ ഒരു എക്സൽ ഷീറ്റോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഇരിക്കുന്ന ഒരു വേർഡ് ഡോക്യുമെന്റോ ആക്കി വെച്ചാൽ മതി എന്നാണ് ഈ നിയമം പറയുന്നത്. അങ്ങനെ ആയാൽ തന്നെ ഈ നിയമപരമായ ബാധ്യത നമ്മൾ നിറവേറ്റും എന്നാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ സെക്ഷൻ 4 പറയുന്നത്. അപ്പൊ ഇതിൽ ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മനസ്സിലാലോചിക്കേണ്ടത്, അങ്ങനെ വെറുതെ സൂക്ഷിച്ചാൽ പോരാ, അത് പിന്നെ എപ്പോഴെങ്കിലും റെഫർ ചെയ്യാൻ വേണ്ടി നമുക്ക് പോയി തിരിച്ച് റെഫർ ചെയ്യാനുള്ള ഒരു ഫോമിൽ വേണം നമ്മൾ സൂക്ഷിക്കാൻ. അതായത് ഒരു വേർഡ് ഡോക്യുമെന്റ് സൂക്ഷിച്ചു, ആ വേർഡ് ഡോക്യുമെന്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ റെക്കോർഡ് ഒരിക്കലും നമ്മൾ ടാമ്പർ ചെയ്യാത്തൊരു റെക്കോർഡായിട്ട്, അതായത് ആർക്ക് തിരിമറി നടത്താൻ പറ്റാത്തൊരു റെക്കോർഡായിട്ട് സൂക്ഷിക്കണം എന്ന് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പറയുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം ഇതിൽ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൽ പറയുന്നതെന്ന് പറയുന്നത്, നമുക്ക് ഏതെങ്കിലും ഒരു എഗ്രിമെന്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റിലോ നമ്മുടെ നമ്മൾ ഒപ്പ് അഫിക്സ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പൊ നമ്മൾ സാധാരണ ഒപ്പിട്ട് കൊടുക്കുന്ന എല്ലാ മാറ്റേഴ്സും ഇനി മുതൽ ഒപ്പ് വേണമെന്നില്ല. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ അടിയിലുള്ള ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഇലക്ട്രോണിക് സിഗ്നേച്ചർ കൊണ്ട് അഫിക്സ് ചെയ്താൽ മാത്രം മതി എന്ന് നിയമം പറയുന്നുണ്ട്. അതായത് ഇലക്ട്രോണിക് ട്രേഡിനെയും ഇലക്ട്രോണിക് കോമേഴ്സിനെയും വേണ്ടിയുള്ളൊരു സെക്ഷനാണത്. അതായത് എവിടെ ഒപ്പ് നമുക്ക് ഫിസിക്കൽ ആയിട്ടുള്ള ഒപ്പ് അല്ലെങ്കിൽ വെറ്റ് സിഗ്നേച്ചേഴ്സ് എന്ന് പറയുന്നത് വരുന്നതിന് പകരം
നമുക്ക് ഏതെങ്കിലും ഇലക്ട്രോണിക് സിഗ്നേച്ചർ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ഇലക്ട്രോണിക് സിഗ്നേച്ചർ ഫിക്സ് ചെയ്താൽ മാത്രം മതി എന്നാണ് IT ആക്ട് പറയുന്നത്. ഈ ഇലക്ട്രോണിക് സിഗ്നേച്ചറുകളെ പറ്റി നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡിൽ സംസാരിക്കാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രോണിക് റെക്കോർഡുകൾ സൂക്ഷിക്കുന്നതിന്റെ പറ്റിയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്, ഗവൺമെന്റ് ഒരു നിയമത്തിനകത്ത് പറയുന്നുണ്ട് ഒരു ഇലക്ട്രോണിക് റെക്കോർഡ് നമ്മൾ സൂക്ഷിക്കണമെങ്കിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആക്സസിബിൾ ആവുന്ന ഫോർമാറ്റിൽ സൂക്ഷിക്കണം. പിന്നെ മാത്രമല്ല, ഇത് എന്നാണ് ഈ റെക്കോർഡ് ജനറേറ്റ് ചെയ്തതെന്ന് നമുക്ക് കണ്ടുപിടിക്കാന്നുള്ള രീതിയിൽ വേണം സൂക്ഷിക്കാൻ. അതിപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഒരു എൻഡ് യൂസേഴ്സ് ഉള്ള രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ല. ഒരുവിധപ്പെട്ട എല്ലാ സോഫ്റ്റ്വെയറിലും നമുക്ക് എപ്പോഴാണ് ഒരു വേർഡ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു എക്സൽ ഷീറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫയൽ എപ്പോഴാണ് ജനറേറ്റ് ചെയ്യുന്നത്, എപ്പോഴാണ് അത് ചേഞ്ച് ചെയ്യുന്നതെന്നുള്ളതിന്റെ ഓട്ടോമാറ്റിക് റെക്കോർഡുകളും ലോഗുകളും അതിനകത്ത് കാണും. അപ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ബിൽറ്റ് ഇൻ ഫീച്ചറാണ് ഈ സോഫ്റ്റ്വെയറുകൾ പലതായിട്ടുള്ളത്. അത് ഓട്ടോമാറ്റിക്കലി കംപ്ലൈൻഡ് ആവുന്ന ഒരു പ്രൊഫഷൻ. ഞാൻ നേരത്തെ ഇലക്ട്രോണിക് സിഗ്നേച്ചറിനെ പറ്റി പറഞ്ഞു. 2 തരത്തിലുള്ള ഇലക്ട്രോണിക് സിഗ്നേച്ചർ ഉണ്ട്. അപ്പം ഗവൺമെന്റ് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒന്നെന്ന് പറയുന്നത് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയും. അതായത് ഒരു USB ഡ്രൈവ് ആണ്. അപ്പം ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് അറിയായിരിക്കും, ഒരു ചെറിയൊരു USB ഫയൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് അത് വെച്ച് നമുക്ക് നമ്മുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഫിക്സ് ചെയ്യാം. അതൊരു വാലിഡ് സിഗ്നേച്ചർ ആണ്. 2 എന്ന് പറയുന്നത് ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ ആധാർ ഒതന്റിക്കേഷൻ വെച്ച് ചെയ്യുന്നതാണ്. സോ ആധാർ നമ്പർ ഉണ്ടെങ്കിൽ ഈ ഇലക്ട്രോണിക് സിഗ്നേച്ചർ ഇഷ്യൂ ചെയ്യുന്ന ഏജൻസീസ് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ NSDL ആണ്, നാഷണൽ സെക്യൂരിറ്റീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് ആണ്. അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മുടെ ആധാർ നമ്പർ കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു OTP വരും. ആ OTP വെച്ച് നമുക്കൊരു ഇലക്ട്രോണിക് ഡോക്യുമെന്റ് സൈൻ ചെയ്യാം. അതാണ് ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ഈ 2 മെത്തേഡും വെച്ച് നമ്മളൊരു കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അത് 100% അതിന് ലീഗൽ വാലിഡിറ്റി ഉണ്ട്. ഏതൊരു കോൺട്രാക്ടിനെ പോലെ തന്നെ അതിന് വാലിഡിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഏതൊരു ഡോക്യുമെന്റിനെ പോലെ അതിന് വാലിഡിറ്റി ഉണ്ട് എന്നാണ് IT ആക്ട് പറയുന്നത്. ഒരു കാര്യം കൂടി ഇവിടെ ആലോചിക്കേണ്ടതെന്ന് പറയുന്നത്, പക്ഷെ നമ്മൾ എപ്പോഴും നമുക്ക് ഇങ്ങനെ ഈ ഒരു ഇലക്ട്രോണിക് സിഗ്നേച്ചർ ജനറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യം വെച്ച് ഒരുപാട് ബിസിനസ്സുകൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോൺ പോലുള്ള വെബ്സൈറ്റുകളിൽ പോയി നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്, നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നുണ്ട്, നമ്മൾ വാട്സാപ്പിൽ കൂടെ ആളുകളുടെ ഭക്ഷണം ഓർഡർ ചെയ്യാൻ വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെയുള്ളതൊക്കെ സ്ഥിരമായി നമ്മൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ആണ്. അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസിലും IT ആക്ട് ഒരു പ്രത്യേക പ്രൊവിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് ഇത് പറയുന്നതെന്ന് പറയുന്നത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഓഫ് പ്രൊപ്പോസൽസ് ഓർ അക്സെപ്റ്റൻസ് ഓഫ് പ്രൊപ്പോസൽ, അതായത് നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് നിയമത്തിനകത്ത് പറയുന്നുള്ള അതേ പ്രൊവിഷനാണ്. അപ്പൊ ഇന്ത്യൻ കോൺട്രാക്ട് നിയമത്തെ പറ്റി നിങ്ങൾക്ക് അറിയാം, നമുക്ക് വാക്കാൽ കരാറുകൾ ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. നമുക്ക് കരാർ ഒരിക്കലും എഴുതി തന്നെ വേണമെന്ന് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ ഇടയിൽ പറയുന്നില്ല. അതേ ഒരു പ്രൊവിഷനും ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. അതായത് ഇലക്ട്രോണിക്കലി നമ്മളൊരു കോൺട്രാക്ട് ഉണ്ടാക്കുകയാണെങ്കിലോ ഇലക്ട്രോണിക്കലി നമ്മൾ ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിലോ അത് ഇലക്ട്രോണിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് മാത്രം ഒരിക്കലും ആ കോൺട്രാക്ട് അൺഎൻഫോഴ്സബിൾ ആവില്ല എന്നാണ് ഇത് പറയുന്നത്. അതായത് നമുക്ക് വാക്കാൽ കോൺട്രാക്ട് ഉണ്ടാക്കുന്നത് പോലെ നമുക്ക് വാട്സാപ്പിൽ കൂടെ ഫുഡ് ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ ക്ലിക്ക് റാപ്പ് എഗ്രിമെന്റുകൾ, അതായത് ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറുകളിലും നമ്മൾ വെബ്സൈറ്റുകളൊക്കെ കയറുമ്പോൾ I agree ബട്ടൺ ക്ലിക്ക് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളതെല്ലാം നിയമസാധുതയുള്ള കോൺട്രാക്റ്റുകളാണ് എന്നാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൽ പറയുന്നത്. ഇതിനെപ്പറ്റി ഒരുപാട് കേസുകളുമുണ്ട്. ബോംബെ ഹൈക്കോർട്ടും ഡൽഹി ഹൈക്കോർട്ടും ഇൻഫാക്ട് സുപ്രീം കോർട്ടും ഇതിലോട്ട് കയറി നോക്കി ഇതെല്ലാം വാലിഡ് കോൺട്രാക്റ്റുകളാണ് എന്ന് പറയുന്ന കോൺട്രാക്റ്റുകളുണ്ട് എന്ന് പറയുന്ന ജഡ്ജ്മെന്റ്സ് ഉണ്ട്. അപ്പോൾ അത് വളരെ അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഓൺലൈനിൽ ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റുന്നത്, ഓൺലൈനിൽ കോൺട്രാക്റ്റുകൾ ഫോം ചെയ്യാൻ പറ്റുന്നത്. ഇലക്ട്രോണിക് സിഗ്നേച്ചറോ അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നേച്ചറോ തന്നെ വേണമെന്നില്ല. പക്ഷെ അതിൽ ഒരു സ്ലൈറ്റ് പോയിന്റ് ഉണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ചെയ്യുമ്പോൾ, അതായത് വലിയ വിലപിടിപ്പുള്ള കാര്യങ്ങൾ വാങ്ങുമ്പോഴും ഒക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് മാത്രമേ ഇത് വാങ്ങുക. കാര്യം ഇതിലൊരു റിലയബിലിറ്റി പ്രശ്നം നമ്മുടെ എവിഡൻസ് ആക്ടിന്റെ ഇടയിൽ നിന്ന് വരുന്നുണ്ട്. അതായത് എവിഡൻസ് ആക്ടിന്റെ ഇടയിൽ പറയുന്നതെന്ന് പറയുന്നത് ഡിജിറ്റൽ സിഗ്നേച്ചറോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സിഗ്നേച്ചറോ യൂസ് ചെയ്താണ് നമ്മളൊരു കോൺട്രാക്ട് സൈൻ ചെയ്യണമെങ്കിൽ ആ ഡോക്യുമെന്റ് തെറ്റാണെന്ന് തെളിയിക്കാനുള്ള ബാധ്യത അത് സൈൻ ചെയ്ത ആളുടെ കയ്യിലാണ് എന്നാണ് പറയുന്നത്. അതായത് ബേസിക്കലി ഒരു ബർഡൻ ഓഫ് പ്രൂഫിന്റെ ഒരു ഷിഫ്റ്റിംഗ് അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സിഗ്നേച്ചറുകൾ ഉപയോഗിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് നമ്മൾ ഈ ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നേരത്ത്. പക്ഷെ അതേസമയം നമ്മുടെ ഓൺ ദ യൂഷ്വൽ കോഴ്സ് ഓഫ് ബിസിനസ് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം സാധാരണ രീതിയിലുള്ള ക്ലിക്ക് റാപ്പ് കോൺട്രാക്റ്റുകൾ മതിയാവും. ഒരു ഇലക്ട്രോണിക് റെക്കോർഡുകളെ പറ്റിയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടെ പറഞ്ഞത് ഈ ക്ലാസ്സിന്റെ അവസാനത്തെ ഭാഗത്തിലൂടെ ഞാൻ കടക്കുകയാണ്.
അതായത് ഈ ഇലക്ട്രോണിക് റെക്കോർഡുകളുടെ അഡ്മിസിബിലിറ്റി. അപ്പൊ ഇത് നമ്മൾ വക്കീലന്മാർക്ക് ഒരുപാട് തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ പലപ്പോഴും ഉയർന്നു വരാറുണ്ട് നമ്മുടെ പ്രാക്ടീസിന്റെ ഇടയിൽ. എങ്ങനെയാണ് നമുക്കൊരു കമ്പ്യൂട്ടർ കോടതിയുടെ മുമ്പിൽ കൊണ്ട് അതൊരു എവിഡൻസ് ആയിട്ട് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതായത് നമ്മൾ ഫോർ ഇൻസ്റ്റൻസ് ഇപ്പൊ നമ്മളൊരു വീഡിയോ ഒരാൾ റെക്കോർഡ് ചെയ്യാണ് എങ്കിൽ നമ്മൾ ആ വീഡിയോ റെക്കോർഡിങ് ക്യാമറയോടെ അല്ലെങ്കിൽ ക്യാമറയിൽ ഉപയോഗിച്ചിരുന്ന അതേ ടേപ്പോടെ അല്ലെങ്കിൽ അതേ CD-യോടെ കൊണ്ട് കോടതിയുടെ മുമ്പിൽ ഹാജരാക്കിയാലേ അതൊരു പ്രൈമറി എവിഡൻസ് ആവുകയുള്ളൂ. പക്ഷെ അതേസമയം നമ്മൾ യൂഷ്വലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു CD എടുക്കും, ആ CD കൊണ്ടുപോയി കോടതിയിൽ സബ്മിറ്റ് ചെയ്യും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാട്സാപ്പ് മെസ്സേജ് വഴിയാണ് ഒരു കംപ്ലൈന്റ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രിന്റ് ഔട്ട് എടുക്കും. പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നമ്മൾ അതായിരിക്കും കോടതിയിൽ സബ്മിറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ചിലപ്പോൾ സീസായി പോകും, അല്ലെങ്കിൽ ഫോൺ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും, അത് നമുക്ക് പറ്റില്ല. കമ്പ്യൂട്ടർ ചിലപ്പോൾ കൊണ്ട് കൊടുക്കേണ്ടി വരും, അത് പറ്റില്ല. അതുകൊണ്ട് സെക്കൻഡറി എവിഡൻസിന്റെ സ്റ്റേജിൽ വെച്ച് എങ്ങനെ കമ്പ്യൂട്ടർ റെക്കോർഡുകൾ കോടതിയുടെ മുമ്പിൽ ഹാജരാക്കാം എന്നുള്ളത് പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അല്ല, എവിഡൻസ് ആക്ട് ആണ്. ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ 65(2)(b) പറയുന്നതെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ ഇഫ് യു ഹാവ് ടു സബ്മിറ്റ് എനി സോർട്ട് ഓഫ് ഇലക്ട്രോണിക് റെക്കോർഡ്, അത് നമുക്കൊരു പ്രിന്റ് എടുത്തോ അല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്തോ നമുക്ക് കൊണ്ടുവരാം. പക്ഷേ ഒരു കാര്യമുണ്ട്, അതിന് ഒരു സർട്ടിഫിക്കറ്റും കൊണ്ട് നമ്മൾ ഹാജരാക്കണം. അതായത് ഒറിജിനൽ ആയിട്ടുള്ള ഇലക്ട്രോണിക് റെക്കോർഡ് നമ്മൾ ഹാജരാക്കണമെന്നില്ല. നമ്മളൊരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി, ഒരു അഫിഡവിറ്റ് ഹാജരാക്കിയാൽ മതി. ആ അഫിഡവിറ്റിനകത്ത് പ്രത്യേകിച്ച് എടുത്ത് പറയണം എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതെന്ന് പറയുന്നത്. ഈ നമ്മളിപ്പോൾ ഒരു ഫോണിലെടുത്തൊരു ഫോട്ടോയാണ് നമ്മൾ ഇതിലുമായിട്ട് ഹാജരാക്കുന്നതെങ്കിൽ നമ്മൾ ആ ഫോണിന്റെ ഓണർ അല്ലെങ്കിൽ ഫോണിന്റെ പേരിൽ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഉള്ള ആള് ഒരു റെക്കോർഡ് സൈൻ ചെയ്യണം, ഒരു സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്യണം. അതായത് ഇത് എൻ്റെ ഫോണാണ്, എൻ്റെ ഫോൺ എന്ന് പറയുന്നത് യാതൊരു രീതിയിലുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോണാണ്, ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഞാൻ ഈ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ ഉണ്ടായ ഒരു ഇലക്ട്രോണിക് റെക്കോർഡാണ് ഈ പെർട്ടിക്കുലർ ഫോട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എവിഡൻസ് സെക്കൻഡറി എവിഡൻസ് ആയിട്ട് അഡ്മിറ്റ് ചെയ്യും എന്ന് എവിഡൻസ് ആക്ട് പ്രത്യേകം എടുത്ത് പറയുന്നതാണ്. അപ്പൊ ഇതിനെപ്പറ്റി ഒരുപാട് കൺഫ്യൂഷൻ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടും എവിഡൻസ് ആക്ടിൽ 1999 മുമ്പ് തന്നെ ഈ അമെൻമെന്റ് ഉണ്ട്. അമെൻമെന്റും കൊണ്ട് ഒരുപാട് കൺഫ്യൂഷൻ അന്ന് മുതലേ ഉണ്ടായിരുന്നു. എങ്ങനെ ഇരിക്കണം ഈ സർട്ടിഫിക്കറ്റ്, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊരു ഇമ്പോർട്ടൻറ്റ് കേസ് വന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയാണ്. നമ്മുടെ PV അൻവർ വേഴ്സസ് PK ബഷീർ എന്ന് പറയുന്ന കേസാണ്, ഒരു എലക്ഷൻ കേസാണ്. അപ്പോൾ എലക്ഷൻ കേസിനെ സംബന്ധിച്ച് സബ്മിറ്റ് ചെയ്ത ഒരു CD, ആ CD എന്ന് പറയുന്നത് ഒറിജിനൽ, അതായത് അവര് ഈ എലക്ഷൻ സ്പീച്ചിന്റെ ഇടയിൽ എലക്ഷൻ സ്പീച്ച് റെക്കോർഡ് ചെയ്തൊരു CD ആണ് സബ്മിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഈ കേസിൽ. അങ്ങനെ സബ്മിറ്റ് ചെയ്യാൻ നേരത്ത് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തതിന്റെ ഒരു പ്രശ്നത്തെ പറ്റി ഉള്ളൊരു കേസാണ് ഈ PV അൻവർ വേഴ്സസ് PK ബഷീർ എന്ന് പറയുന്ന കേസ്. അപ്പൊ അതിനകത്ത് കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്, കൃത്യമായിട്ട് നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് തരാൻ നേരത്തെ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ ഇഷ്യൂ ചെയ്യണം. ആ സർട്ടിഫിക്കറ്റിനകത്ത് എന്താണ് നമ്മൾ ഇലക്ട്രോണിക് റെക്കോർഡായിട്ട് നമ്മൾ പറയുന്നത് അതിനെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് എങ്ങനെയാണ് ഈ ഇലക്ട്രോണിക് റെക്കോർഡ് ഉണ്ടാക്കിയതെന്ന് നമ്മൾ കൃത്യമായി പറയണം. ഏത് ഡിവൈസാണ് ഇതിന് ഉപയോഗിച്ചത്, ഇപ്പോൾ ഫോൺ ആണെങ്കിൽ ഏത് ഫോൺ, ഇന്ന മോഡല്, ഇന്ന കാലത്തെ മോഡല്, ഇത്രയാണ് സീരിയൽ നമ്പർ മുതലായ കാര്യങ്ങൾ പറയണം. അല്ലെങ്കിൽ വീഡിയോ ക്യാമറ ആണെങ്കിൽ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുക്കണം. ഓഡിയോ റെക്കോർഡിംഗ് ഡിവൈസ് ആണെങ്കിൽ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുക്കണം. 65(b)ക്കകത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ സർട്ടിഫിക്കറ്റിനകത്ത് ഉണ്ടാവണം. അത് സർട്ടിഫിക്കറ്റ് മസ്റ്റ് ബി സൈൻ ബൈ എ പേഴ്സൺ occupying a responsible position with respect to operation of the relevant device എന്നൊരു റിക്വയർമെന്റ് കൂടെ പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ വാട്സാപ്പിന്റെ ഒരു അഡ്മിൻ ആണെങ്കിൽ വാട്സാപ്പിന്റെ അഡ്മിൻ ഇഷ്യൂ ചെയ്യണം. അല്ലെങ്കിൽ വാട്സാപ്പ് അല്ല ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ ഫോൺ യൂസ് ചെയ്യുന്നതിന്റെ എവിഡൻസ്, ഞാനാണ് ഇനി ഈ ഫോണിന്റെ ഓണർ എന്നും ഞാനത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നും ഇന്ന പീരിയഡ് മുതൽ ഇന്ന പീരിയഡ് വരെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നും എന്റെ ഫോണിൽ നിന്നുണ്ടായ റെക്കോർഡാണ് എന്നുള്ള രീതിയിൽ ഒരു സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്നാണ് അൻവർ PV വേഴ്സസ് PK ബഷീറിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഇതിനെപ്പറ്റി ഇടയ്ക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ചില കോടതികളൊക്കെ അതിനെ ഇത് ശരിയല്ല, ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ ഇല്ലെങ്കിലും എവിഡൻഷ്യറി വാല്യൂ ഉണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ അൾട്ടിമേറ്റ്ലി സുപ്രീം കോടതി പറഞ്ഞു ഇല്ല, എവിഡൻഷ്യറി റെക്കോർഡായിട്ട്, സെക്കൻഡറി എവിഡൻഷ്യറി റെക്കോർഡായിട്ട് ഇലക്ട്രോണിക് റെക്കോർഡുകൾ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻ പ്രീസിഡന്റ് ആയിട്ട് തന്നെ ഇതിനെ കണക്കാക്കണം. അതായത് വളരെ നിശ്ചയമായി തന്നെ ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം. ഇടയ്ക്ക് കുറെ കേസുകൾ ഉണ്ടായിരുന്നു. ഒരു 2 വർഷത്തോളം കാലത്ത് ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പൊസിഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ പൊസിഷൻ ഓവർടേൺ ആയിരിക്കുകയാണ്. ഇതാണ് ലേറ്റസ്റ്റ് പൊസിഷൻ. ഇതിന്റെ പേരിൽ ചില ഹൈക്കോടതികൾ
ചില കോൺട്രി ഒപ്പീനിയൻസ് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരാറുണ്ടെങ്കിലും നമ്മളൊരു ഇലക്ട്രോണിക് എവിഡൻസിന്റെ പേരിൽ ഒരു കേസ് നടത്തുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാജരാക്കണം. പറ്റുമെങ്കിൽ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടതെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള റെക്കോർഡുകൾ ഹാജരാക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടാവുകയാണെങ്കിൽ, ഫോർ ഇൻസ്റ്റൻസ് നമ്മളിപ്പോൾ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ, ഒരു വീഡിയോ റെക്കോർഡാണ് നമ്മുടെ എവിഡൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ CCTV ക്യാമറയിലാണെങ്കിൽ പറ്റുമെങ്കിൽ ആ കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഔട്ട്പുട്ട് തന്നെ നമ്മളെടുത്ത് ഒരു CD ആക്കി കൊടുക്കണം. അത് 2, 3, 4 തൊട്ട്, അതായത് ഇപ്പം ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടർ ട്രാൻസ്ഫർ ചെയ്ത് അല്ലെങ്കിൽ വേറൊരു കമ്പ്യൂട്ടർ ട്രാൻസ്ഫർ ചെയ്യാൻ നേരത്തുള്ളൂ എന്ന് പറയുന്നത് നമ്മുടെ സർട്ടിഫിക്കറ്റിന്റെ ലെങ്ത് അത്രയും കൂടും. നമ്മൾ ഈ പറയുന്ന എല്ലാ ഡിവൈസസിനെ പറ്റിയും ആ സർട്ടിഫിക്കറ്റിൽ മെൻഷൻ ചെയ്യേണ്ടി വരും. അത് വളരെ കോംപ്ലക്സ് ആവും. അപ്പോൾ എത്രമാത്രം എവിഡൻസുമായിട്ട് അടുത്ത് നിൽക്കാവുന്ന ഒരു ഡിവൈസ് ഉപയോഗിച്ച് നമുക്ക് ഈ റെക്കോർഡ് കൊടുക്കാവോ അത്രയും നല്ലതാണ് എവിഡൻഷ്യറി വാല്യൂവിന്. അല്ലെങ്കിൽ നമ്മളെ ഡിഫൻസ് അതിനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ കണ്ടുപിടിക്കും. പല കമ്പ്യൂട്ടറിലും ട്രാൻസ്ഫർ ആയി ഇതിന്റെ ഡിജിറ്റൽ ഇന്റഗ്രിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ വളരെ അടുത്ത് ഫേമസ് ആയിട്ടുള്ള പല ഒരു കേസിലും ഇപ്പോൾ ഇതേ തരത്തിലുള്ള ഒരുപാട് ആർഗ്യുമെന്റ്സ് വന്നിട്ടുണ്ട്. അതായത് പല കമ്പ്യൂട്ടറിൽ ട്രാൻസ്ഫർ ചെയ്ത് പോയ വീഡിയോ ഫയലിന്റെ സാധുത ചോദ്യം ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പല കോടതികളിലും നടക്കുന്നുണ്ട്. എസ്പെഷ്യലി ക്രിമിനൽ മാറ്റേഴ്സിലാണ് ഇത് വരുന്നത്. അവസാനത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തുകയാണ്. ഒരു നോട്ടീസിനെ പറ്റിയുള്ള പ്രൊവിഷനാണ്. അപ്പം ഇത് വളരെ ഈ കോവിഡ് ടൈമിലൊക്കെ ഒരുപാട് നമുക്കൊക്കെ ഒരുപാട് നോട്ടീസ് സെർവ് ചെയ്യാൻ നേരത്ത് നമ്മൾ വാട്സാപ്പിൽ കൂടെ സെർവ് ചെയ്യാന്നുള്ളൊരു സംഭവം തുടങ്ങിയ കാര്യം. വാട്സാപ്പിൽ കൂടെ നമുക്ക് ടിക്ക് മാർക്ക് കിട്ടും, ഒരാൾ വായിച്ചോ അല്ലെങ്കിൽ റിസീവ് ചെയ്തോ എന്നുള്ള ടിക്ക് മാർക്ക് കിട്ടും. ഇമെയിലൊക്കെ പലപ്പോഴും പലർക്കും അത് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ നോട്ടീസ് കൊടുക്കാൻ അല്ലെങ്കിൽ സമൻസ് സെർവ് ചെയ്യാൻ നോട്ടീസ് കൊടുക്കാൻ വേണ്ടി വാട്സാപ്പ് ഒരു ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാർഗമാണെന്ന് ബോംബെ ഹൈക്കോടതി ഡിസിഷനുണ്ട്. പല സുപ്രീം കോർട്ടും പറഞ്ഞിട്ടുണ്ട്. പല ഹൈക്കോർട്ടുകളും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മാർഗമാണ് അത്. ഓർഡർ 21 റൂൾ 22 CPCയുടെ ഇടയിൽ വാലിഡ് ആയിട്ടൊരു നോട്ടീസ് സർവിങ് മെക്കാനിസം ആണ് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതും പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് കിടക്കാം. ഹലോ, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. ഒരു ഹാൻഡ് റൈസിംഗ് ഉണ്ട്. അഡ്വക്കേറ്റ് ശശിധരൻ പിള്ള സർ ചോദിച്ചോളൂ. ഡൗട്ട്സ് ചോദിച്ചോളൂ. ഇല്ല. ഹരികുമാർ വിജി അടുത്തൊരു ഹാൻഡ് റൈസ് ഉണ്ട്. PV അൻവറിന്റെ റൂളിംഗ് സൈറ്റേഷൻ ഒന്ന് പറയാമോ? സൈറ്റേഷൻ ഒരു മിനിറ്റ്. ഇത് 2014-10 SCC 473. Thank you. Hello, this is Advocate Asha Unithan. Okay. Yeah, hi Asha. Okay, hi. I'm not opening the video. ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു അബ്യൂസർ ഒരു സെക്ഷൽ ഹറാസിംഗ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ എന്റെ ഫോണിലേക്ക് അയക്കുന്നു. എന്റെ ഫോണാണോ അബ്യൂസറിന്റെ ഫോണാണോ ഫസ്റ്റ് ഹാൻഡ് എവിഡൻസ് ആയിട്ട് എടുക്കണ്ടേ? അപ്പം രണ്ട് രീതിയിലുള്ള എവിഡൻഷ്യറി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നമ്മൾക്കൊരു കംപ്ലൈന്റ് ഫയൽ ചെയ്യാൻ നേരത്ത് കോടതിയുടെ മുമ്പിൽ നമുക്ക് ഈ വീഡിയോ റിസീവ് ചെയ്തു എന്ന്, അതുകൊണ്ട് അബ്യൂസറിന്റെ വീഡിയോ റിസീവ് ചെയ്ത ഫോണിന്റെ സർട്ടിഫിക്കറ്റ് മതിയാവും. പക്ഷെ അതല്ല, ഈ അബ്യൂസർ എന്ന് പറയുന്ന ആ വ്യക്തി ഇത് ഡിനൈ ചെയ്യുകയാണെങ്കിൽ ദെൻ കോടതിക്ക് ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യാം. വാട്സാപ്പിനോട് ഓർഡർ ഇഷ്യൂ ചെയ്തിട്ട് വാട്സാപ്പിൽ കൂടെയാണ് ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ളത്. വാട്സാപ്പിൻ്റെ അടുത്ത് ഇതിനുള്ള എവിഡൻഷ്യറി ഡീറ്റെയിൽസ് കോടതിക്ക് ഓർഡർ ഇഷ്യൂ ചെയ്ത് നമുക്ക് വാട്സാപ്പിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യാം.
ടു സ്റ്റാർട്ട് വിത്ത് അപ്പം നിങ്ങളുടെ ഫോണിൽ നിന്നുള്ള വീഡിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിന്നുള്ള എവിഡൻസ് മതി. പക്ഷെ കോടതിക്ക് ആ ഒരു പവർ ഉണ്ട്. Court has the power to ask WhatsApp to give their evidence, and that will be actually a much more stronger evidence when it comes to matters of when it comes to criminal matters. പക്ഷെ ഇതാണ് ഒരു കൂടുതൽ നല്ലൊരു അപ്രോച്ച്. അതായത് നമുക്ക് നമ്മുടേതായ എവിഡൻസ് ഉണ്ട്, നമ്മളൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു, ഇത് ജെനുവിൻ ആണ്, അഫിഡവിറ്റ് കൊടുക്കുന്നു, ഇത് കറക്റ്റ് ആണ്, എനിക്ക് ഈ വീഡിയോ കിട്ടിയിട്ടുണ്ട്. Then if there is a doubt or if there is a denial by the accused, അങ്ങനെയാണെങ്കിൽ കോടതിക്ക് ഒരു അതിനനുസരിച്ചുള്ളൊരു ഓർഡർ നമുക്ക് ഫയൽ ചെയ്യാം. കോടതിക്ക് വാട്സാപ്പിന്റെ അടുത്ത് ഈ എവിഡൻസ് നമുക്ക് എടുക്കാമെന്നും നമുക്ക് അങ്ങോട്ട് ചോദിക്കാം. ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി ഉള്ളത്, ഒരു ഫോൺ ആയിരിക്കും ആകെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്ന സെറ്റ്. അത് മിക്കവാറും പോലീസ് ആവശ്യപ്പെടും. അപ്പൊ സീഡിങ് കൊടുക്കുക, സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അഫിഡവിറ്റോ കൊടുത്താൽ പോരെ? പിന്നീട് അവർ കൾപ്രിറ്റിന്റെ ഫോൺ, അക്യൂസിന്റെ ഫോൺ കിട്ടാത്ത സമയത്ത് നമ്മുടെ ഫോൺ എന്തെങ്കിലും കൊറോബറേറ്റ് ചെയ്യാൻ വേണ്ടി ആ സമയത്ത് ഹാജരാക്കിയ പോരെ? അത് ഒരു പ്രാക്ടിക്കലി വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഫോർ ഇൻസ്റ്റൻസ് ഞങ്ങൾ ചെയ്തൊരു മാറ്ററിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായിരുന്നു. ഡൽഹിയിലുള്ള ഒരു വളരെ ഫേമസ് അഡ്വക്കേറ്റിന്റെ ഫോണുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാറ്റർ ആയിരുന്നു. അപ്പൊ അതിലും ഇതേ ഒരു ആർഗ്യുമെന്റ് നമ്മൾ റേസ് ചെയ്തായിരുന്നു. പക്ഷെ ഇത് വളരെ പ്രോമിനന്റ് ആയിട്ടൊരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് തന്നെ കോടതി അത് സ്വീകരിച്ചില്ല. അദ്ദേഹത്തിന് വേറൊരു ഫോൺ വാങ്ങിക്കാനുള്ള കാശുണ്ട് എന്നുള്ളൊരു മൂഡായിരുന്നു കോടതിക്ക് അത് കേട്ടപ്പോൾ. അതുകൊണ്ട് കോടതി അത് സമ്മതിച്ചില്ല. പക്ഷെ ഇതൊരു വളരെ പ്രാക്ടിക്കൽ ഇഷ്യൂ ആണ്. മാത്രമല്ല ഒരു സൈബർ ഫോറൻസിക്കിന്റെ ക്വസ്റ്റ്യനിലോട്ട് ഒരു കേസ് കയറുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കംപ്ലൈന്റിന്റെ ഫോണും ചിലപ്പോൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും, സൈബർ ഫോറൻസിക് ക്വസ്റ്റ്യൻസ് അവിടെ റേസ് ചെയ്യുകയാണെങ്കിൽ. പക്ഷെ സാധാരണ ഇങ്ങനത്തെ ഒരു കേസിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് അല്ല. വാട്സാപ്പ് എന്നുള്ളത് വളരെ സിമ്പിൾ മാറ്റർ ആണെങ്കിൽ ഒരു സൈബർ ഫോറൻസിക്കിന്റെ ആവശ്യം നമുക്ക് അതിലോട്ട് വരികയില്ല. പക്ഷേ ഈ അബ്യൂസിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഫോർ ഇൻസ്റ്റൻസ് ഇപ്പം ഇന്റിമേറ്റ് ആയിട്ട് എടുക്കുന്ന ഒരു പോണോഗ്രാഫിക് വീഡിയോ ഒക്കെ ആണെങ്കിൽ അവിടെയാണ് ഇതിന്റെ കോംപ്ലിക്കേഷൻ വരുന്നതെന്ന് പറയുന്നത്. കാര്യം അങ്ങനെയാണെങ്കിൽ ഇത് റെക്കോർഡ് ചെയ്യപ്പെട്ട വീഡിയോ എടുത്ത ഫോൺ ഏതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോൺ തന്നെ നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അത് ചിലപ്പോൾ പോലീസ് സീസ് ചെയ്യുകയും ചെയ്യും. ആക്ച്വലി പോലീസ് സ്റ്റേഷനുകളിലാണ് കംപ്ലൈന്റ് കൊണ്ടേ കൊടുക്കുന്നത്. അപ്പൊ ആ സമയത്ത് സാധാരണയായിട്ട് സ്ത്രീകളുടെ ഫോണും മേടിക്കാറുണ്ട്. അത് ആക്ച്വലി നമ്മളെ വീണ്ടും വിക്ടിമൈസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് വരാറുള്ളത്. അപ്പം ഐ യൂഷ്വലി അഡ്വൈസ് നമ്മുടെ ഫോൺ കൊടുക്കണ്ട, CD കൊടുത്താൽ മതി, പിന്നെ അതിന്റെ സർട്ടിഫിക്കറ്റും കൊടുത്താൽ മതി എന്നാണ് പറയാറ്. പിന്നെ കോടതിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ പ്രതിയെ കിട്ടുന്നില്ല, പ്രതി ഫോൺ നശിപ്പിക്കുന്നു, അങ്ങനത്തെ സംഗതിയൊക്കെ വരുന്ന കാര്യങ്ങളിൽ മാത്രം നമ്മുടെ ഫോൺ ഹാജരാക്കിയാൽ മതി എന്നാണ് ഞാൻ അഡ്വൈസ് ചെയ്യാറ് പതിവ്. കേരള പോലീസ് വളരെ ഡൺ എഗെയിൻസ്റ്റ് ആയിട്ട് സ്ത്രീകളുടെ നിന്ന് ആ ഫോണും കൂടി വാങ്ങുമ്പോൾ പലരും പരാതിപ്പെടാൻ പോലും തയ്യാറല്ലാതെ പോകുന്ന അവസ്ഥ വരാറുണ്ട്. അതെ, പ്രാക്ടിക്കൽ ആയിട്ടൊരു ഒരു മേജർ ഇഷ്യൂ തന്നെയാണത്. കാര്യം സ്ത്രീകളുടെ നിന്ന് ഫോൺ സീസ് ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. സോ ഒരു സർട്ടിഫിക്കറ്റ് തന്നെ മതി, സെക്കൻഡറി എവിഡൻസ് തന്നെ മതി. പക്ഷെ നാച്ചുറലി അവിടെ ഒരു ലോയറും കൂടെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കത് പറഞ്ഞ് പോലീസിനെ കൺവിൻസ് ചെയ്യാന്നുള്ളത്. Thank you. Give it as a suggestion to police department. Okay. It was a nice presentation. Thanks. Nikhil, ഞാൻ അഡ്വക്കേറ്റ് ബിന്ദു ആണ്. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ഒരു സംശയമുള്ളത്, ബില്ല് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് ഇപ്പം ഇലക്ട്രോണിക്കലി ജനറേറ്റ് ചെയ്ത് PDF ആയ ബില്ലിനെ ഫിസിക്കലി സൈൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ബാരിയർ ക്രോസ് ചെയ്യല്ലേ ചെയ്യണേ? ഫിസിക്കലി സൈൻ ചെയ്യണമെന്നല്ലേ ഉള്ളൂ. ഓൺലി തിങ് ഈസ് അത് ഇലക്ട്രോണിക്കലി തന്നെ എൻഡ് വരെ ഇരിക്കരുത്. അതെ, നമുക്ക് ബില്ല് വേണമെങ്കിൽ വേർഡ് ഡോക്യുമെന്റ് ആയിട്ട് ടൈപ്പ് ചെയ്തെടുക്കാം, എന്നിട്ട് അല്ലെങ്കിൽ PDF ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്കത് പ്രിന്റ് ഔട്ട് ചെയ്യണം. എന്നിട്ട് ബില്ലിന്റെ നമുക്ക് ഫിസിക്കൽ കോപ്പി നമുക്ക് വേണം. അതിന്റെ ഹാർഡ് കോപ്പിക്ക് വാലിഡിറ്റി ഇല്ല. അതേസമയം ബാക്കിയുള്ള ഒരു ഡോക്യുമെന്റ് ആണെങ്കിൽ നമുക്ക് ബാക്കി എഴുതപ്പെട്ട എല്ലാ ഡോക്യുമെന്റ് ആണെങ്കിൽ അതിന്റെ സോഫ്റ്റ് കോപ്പിക്ക് നമുക്ക് വാലിഡിറ്റി ഉണ്ട്. ഇലക്ട്രോണിക്കലി എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വാലിഡിറ്റി ഉണ്ട്. വില്ലിന് അതില്ല. വില്ല് നമുക്ക് മാൻഡേറ്ററിലി നമുക്ക് ഫിസിക്കൽ കോപ്പി തന്നെ വെക്കണം, മാൻഡേറ്ററിലി ഫിസിക്കലി തന്നെ സൈൻ ചെയ്യണം. പക്ഷെ ഓഫ് കോഴ്സ് നമുക്ക് കമ്പ്യൂട്ടറിൽ ഒരു ടൈപ്പ് ചെയ്തെടുക്കാനൊന്നും ഒരു തടസ്സമില്ല. അതിന്റെ അവസാനത്തെ കോപ്പി, അതായത് എക്സിക്യൂട്ടഡ് കോപ്പി വില്ല് ഫിസിക്കൽ ഫോമിൽ തന്നെ ഇരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ, ഈ ഫിസിക്കൽ ഈ ഇലക്ട്രോണിക് സിഗ്നേച്ചറുകളെ പറ്റി പറയുന്ന ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടിയും കൂടെ പല കാര്യങ്ങളിലും ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയുകയാണ്. അതായത് ഈ സ്റ്റാമ്പിങ് പ്രാക്ടിക്കലി ഒരു വലിയൊരു കീറാമുട്ടിയാണ് ഈ ഇലക്ട്രോണിക് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇലക്ട്രോണിക് ഡോക്യുമെന്റ്സ് ചെയ്യാൻ നേരത്ത് അറിയാലോ, നമുക്ക് സ്റ്റാമ്പ് ആക്ട് പ്രകാരം എക്സിക്യൂട്ട് ചെയ്യുന്ന എല്ലാ ഡോക്യുമെന്റ്സും സ്റ്റാമ്പ് ചെയ്യണം നമുക്ക്. അപ്പോൾ അതിനെ എങ്ങനെ സ്റ്റാമ്പ് ചെയ്യുന്നുള്ളൊരു വലിയൊരു തലവേദനയുണ്ട്. അപ്പോൾ പ്രാക്ടിക്കലി പലരും ചെയ്യുന്നതെന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഡോക്യുമെന്റ് സൈൻ ചെയ്യാൻ നേരത്ത് തന്നെ അവർ സ്റ്റാമ്പ് പേപ്പർ എടുത്ത്, ഇപ്പം അതിന്റെ സ്റ്റാമ്പ് പേപ്പറിന്റെ
സ്കാൻ കോപ്പി കിട്ടും ഈ NSDLന്റെ ഓഫീസുകളിൽ നിന്ന്. ഇപ്പം പഴുതക്കാടുണ്ട് NSDLന്റെ ഓഫീസ്, അവിടെ നിന്ന് സ്കാൻ പേപ്പർ കിട്ടും. അങ്ങനെ സ്കാൻ പേപ്പർ കിട്ടിയിട്ട് അത് പലപ്പോഴും അറ്റാച്ച് ചെയ്ത് വെക്കാറുണ്ട്, ജസ്റ്റ് ഫോർ ദ റെക്കോർഡ് ദാറ്റ് യു പേ ദ സ്റ്റാമ്പ് ഡ്യൂട്ടി. എനിക്ക് 2 ഹാൻഡ് റൈസസ് കാണാം, ഹിസാന, രാജീവ്. സാർ ഞാൻ ഹിസാന എന്നുള്ളത്, ഞാൻ മുഹമ്മദ് അമീർ എന്ന പേര്. ഞാൻ ചോദിക്കുന്നത് പിന്നെ ഈ സ്റ്റേറ്റ്മെന്റ്, ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് കോടതിയിൽ ഹാജരാക്കുമല്ലോ, ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ്. അന്നേരം അത് കമ്പ്യൂട്ടറിൽ നിന്ന് ജനറേറ്റ് ചെയ്തതാണ്. അതിന് പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുണ്ട്? ഇല്ല, ആവശ്യമില്ല. കാര്യം ഇപ്പൊ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് അവർ പറയുന്നത്, അവർ യൂഷ്വലി സ്റ്റേറ്റ്മെന്റ്സ് ഇഷ്യൂ ചെയ്യാൻ നേരത്തെ അവർ പറയും, this is a computer generated document which has been electronically signed and there is no physical signature required എന്ന് അവർ പ്രത്യേകം എടുത്ത് പറയാം. അതായത് ഇതെന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് ഡോക്യുമെന്റ് ആണെന്നും ഇതിന് പ്രത്യേകം സിഗ്നേച്ചർ വേണ്ട എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ പ്രിന്റ് ഔട്ട് എടുത്തായിരിക്കും സബ്മിറ്റ് ചെയ്യുന്നത്. അത് തന്നെ സാർ, പ്രിന്റ് ഔട്ട് ചെയ്യുമ്പോൾ ആ പ്രിന്റ് ഔട്ട് എടുക്കുമ്പോൾ ആ ഒറിജിനൽ ഡോക്യുമെന്റ് അല്ല നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നുള്ളതുകൊണ്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. സർട്ടിഫിക്കറ്റ് വേണ്ടതായിട്ട് വരുന്നു. അത് 65ന്റെ പിറവി വരുമ്പോ അതിന്റെ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അതെ, അത് ചെയ്യണം. പക്ഷെ അത് നമ്മൾ ചെയ്താലും മതി, അത് ബാങ്ക് ചെയ്യണമെന്നില്ല. അതാണ് അതിന്റെ വ്യത്യാസം. ബാങ്ക് നേരിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ സാർ, ബാങ്ക് നേരിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് ഡയറക്റ്റ് ആയിട്ട് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം. ബാങ്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യണം. അല്ലെ മറ്റേ സാർ മുമ്പേ പറഞ്ഞ റൂളിംഗിന്റെ ബേസിലുള്ളതാണോ അത്? ഇതെല്ലാം PV Anwarന്റെ ബേസിസിലുള്ളതാണ്. ഇത് ആക്ച്വലി പണ്ട് മുതലേ 65B പണ്ട് മുതലേ ഉള്ള ഒരു സെക്ഷൻ തന്നെയാണ്. പക്ഷെ അതിന്റെ ഒരു ഇന്റർപ്രിട്ടേഷനെ പറ്റി ഒരുപാട് ഡൗട്ട് ഉണ്ട്. അതായത് സെക്കൻഡറി എവിഡൻസ് ആയിട്ട് ഏതൊക്കെ സ്ഥിതിയിൽ നമുക്ക് അഡ്മിറ്റ് ചെയ്യാം. ഫോർ ഇൻസ്റ്റൻസ് ഇപ്പൊ വേറെ റിക്വയർമെന്റ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്, ബാങ്ക് ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നില്ല. ഈ പകരം ബാങ്കിൽ നിന്ന് ഒരു ഓഫീസർ അല്ലെങ്കിൽ മാനേജർ വന്ന് ഡിപ്പോസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റോൺ സ്റ്റേറ്റ്മെന്റ് പുള്ളി കൊടുക്കുകയാണ്, ഞാൻ കൊടുത്ത സർട്ടിഫിക്കറ്റ് ആണ് ഇത് ഹാജരാക്കുന്നത്, അപ്പൊ സെപ്പറേറ്റ് അഫിഡവിറ്റ് വേണോ, സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് വേണോ, അങ്ങനെയൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടായത്. പണ്ട് മുതലേ നിയമമുണ്ട്, പക്ഷേ ആ ഒരു കൺഫ്യൂഷൻ വന്നത് അതാണ്. ഇപ്പൊ ബാങ്ക് തന്നെ പ്രസ് ചെയ്യുന്ന ഒരു ക്ലെയിം ആണ്. ഇപ്പൊ ബാങ്ക് പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാനൊരു ക്ലെയിം പ്രസ് ചെയ്യാണ്, ഇത് എന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് പറഞ്ഞ് ബാങ്ക് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. ബാങ്ക് പറയുന്നത് ഞാൻ ഇതിന്റെ 2ാമത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം, കാര്യം എന്റെ ക്ലെയിമിന്റെ ബേസിസ് മൊത്തം ഈ സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെയാണ് ഈ കൺഫ്യൂഷൻ വന്നത്. പക്ഷെ ഇത് പണ്ട് മുതലേ ഉള്ള നിയമമാണ്. PV Anwar ബേസിസിൽ അത് സെറ്റിൽഡ് ആണ്, ഇങ്ങനെ തന്നെ ആയിരിക്കണം, സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ള കാര്യം. ആ റൂളിംഗ് ഒന്നുകൂടെ ഒന്ന് പറയുന്നത്. 2014 10 SCC 473 10 SCC അല്ലേ? 10 SCC. Yes, sir. ശരി സർ. ഇത് ജസ്റ്റിസ് ലോധ, കുര്യൻ ജോസഫ്, ജസ്റ്റിസ് കുര്യൻ ജോസഫ്, RF നരിമാൻ, ജസ്റ്റിസ് എവരമുന്തരൻ ജസ്റ്റിസ്. Yeah, I got a difference of opinion on that point. I'm Rajiv versus. Can I make my statement? Yeah, please. I have got a difference of opinion on that aspect with respect to the certification of the statement of accounts submitted by the banks. It is covered under Section 3 of the Bankers Book of Evidence Act, where there is a specification with respect to there should be certification of 2 or 3 methods. They are prescribed in that Section 3 of the Bankers Book of Evidence Act. One should be submitted by the manager who is in control, manager or whoever is in control of the system which generated the computer, and it should be signed by the accounts officer, and there should be another certification by the manager to the effect that it is the entire statement of accounts has been kept in the routine way in which the ledgers are maintained by the bank in a electronic form, through the electronic devices. Like that, certification should be there as per the Bankers Book of Evidence Act. This is a time memorial act. In connection with the IT Act itself, these amendments are made in the Bankers Book of Evidence Act. So that may kindly be taken note of. But usually, even nowadays, in suits filed by banks, they do not seem to understand this provision specifically, and they do not submit their statement of accounts, computer generated statement of accounts, as in the manner which is mandated in the Section 3 of the Evidence Act, Bankers Book of Evidence Act. So that should be taken note of. Okay. I actually have a point of difference. The Bank of Bookers Evidence Act is there. You're absolutely right about what you just pointed out. But the only difference is that, look, Indian Evidence Act is specific with respect to secondary evidence filed before a court. So yes, the Bank of Bookers Act will definitely apply to the banks, but that's for the internal matters of the bank.
No, the no, no, Indian not absolutely wrong. Bankers Book of Evidence Act is applicable to all suits which are in which bank is a party. If the statement of accounts that is issued by a bank has to be admitted in evidence, then it should be certified as in the manner declared in Bankers Book of Evidence Act. That is So what specific. you're saying, you need 3 records by the account officers. Not 3 records. Certification has to be made in a single certificate. The certification can be made, but 3 modes of certification is there. That is prescribed in Section 3 of the Evidence Act. So is the requirements different from what is given under 65B of the Evidence Act? It's slightly different. It has the content of Section 65B. It adds 2 more requirements. It adds 2 more requirements. Okay, more so requirements. I think I need to look at that specifically, but I think it can be reconciled and Please one look into that. statement can file that. Please look into that. I often, while examining bank managers in the court, I often dispute the presentation of computer generated printouts with a very lucid form of certification to the effect that this is kept in the electronic equipments which are maintained by the bank. That is the lucid certification that they are giving. It needs to be certified as in the manner you have just pointed out in the case of criminal records, that in what way, in which is the system which has been used, how it is being maintained. All these things should be there in this certification that is prescribed in Section 3 of the Bankers Book of Evidence Act. So that will only apply in cases where bank is a party, right? So not in cases where I need to submit. No, if you rely upon any statement of accounts issued by the bank in other case where banks are not parties, then it will also it will be applicable. But that's only applicable if I'm asking the bank to produce it, not from my computer, right? It shouldn't apply because it doesn't apply. Of course, if you are relying on a statement of accounts with respect to my account from my bank, and I am producing it before the bank, then that should be certified by the bank that it is issued from there. I'm talking about an instance where there's a bank issued certificate, and that bank issued certificate is produced by me before a court of law, right? For that, I don't need this. But if I have a dispute against the bank or the bank has a dispute against me, then bank should submit that certificate in the manner that's mentioned in Bankers Book of Evidence, right? That's what you're saying. No, if you are having a dispute with another person, third person, money suit, and if you want to produce certain documents from the bank, especially statement of accounts to show that some transaction has been there. If the statement of accounts from the bank is being produced, that bank will be directed to produce the statement of accounts, or you will be obtaining a statement of accounts from the bank. How far that can be relied upon? Without that certification, whether that can be relied upon? That's a question. No. So basically what I am, so what you're saying is that you should directly get that certificate from the bank itself, even if there is a dispute between 2 third parties. It's not whether that's the main question that I'm mooting. Yeah. So I don't think that's the case. I mean, see, the point is if you have 2 third parties fighting out, right? Yes. If let's say that one party is challenging the evidence that I am producing, right? Yes. Then I think the bank will be brought in, and then I think that requirement is applied, right? If it's not, if there is no challenge, then I think we can just live with a 65 statement from me saying that this is the statement that I've got from the bank and I've generated it from my computer. Yes. If it is disputed, the bank will have to be robbed in, and they will have to make the certification in the bankers. Okay. Yeah. Thank you. So, രണ്ടുപേരുടെ കൈയുണ്ട്. ഒന്ന് ഹരി RS, രാജീവ്. Nikhil, Rajiv. Nikhil, copyright violation. Okay, whether we can issue a legal notice to the YouTube or the Google or any other platform. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ റിമൂവ് ചെയ്യണോ? Okay, and you told that there is no liability. ആരെ വിളിച്ചേ? ഹലോ. സോറി ചേട്ടാ പറയൂ. ഓക്കെ, അപ്പൊ അത് ലൈബിലിറ്റി ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് എനിക്ക് നേരത്തെ പറഞ്ഞ ലൈബിലിറ്റി ഇല്ല, ദേ ഡോണ്ട് ഹാവ് എനി ലൈബിലിറ്റി എന്നാണ് പറഞ്ഞത് അല്ലേ നമ്മുടെ എന്താ പറഞ്ഞ. അപ്പം അതിൽ ആ ലൈബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ വെദർ ദേ ഷുഡ് ബി എ പാർട്ടി ടു ദ പ്രൊസീഡിങ്സ്. ഈ 2 ക്ലാരിഫിക്കേഷൻ എനിക്ക് വേണം. ഈ കോപ്പിറൈറ്റിന്റെ ആക്ടിന്റെ ഇടയിൽ ആക്ച്വലി ഇറ്റ്സ് നോട്ട് ദ ഇൻഫർമേഷൻ ടെക്നോളജി ദാറ്റ് അപ്ലൈസ്. ദർ ഇസ് another provision which applies under the Copyright Act itself, right?
അതിനകത്ത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള റൂൾസ് ഉണ്ട്. സോ ദ കോൺസെപ്റ്റ് ഇസ് എസെൻഷ്യലി ദ സെയിം ദാറ്റ് ഒരു കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെന്റ് ഉണ്ടെങ്കിൽ if you approach them, they will see if the complaint is prima facie okay, they will take it down. If they don't take it down, you come up with a court order. So ideally we make them party to it, because ultimately you need a direction from the court which says that YouTube or Google just take it down. So it makes sense to make them party, right? But there is they will only become liable if they don't comply with the orders of the court. So let's say that there is a court and the order under order YouTube accept ചെയ്യുന്നില്ല, യൂട്യൂബ് ഇത് ടേക്ക് ഡൗൺ ചെയ്യുന്നില്ല എങ്കിൽ there is a liability on Google. Otherwise there is no liability on Google. There is no liability, but right? it makes sense to make them party to it. Okay. But നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ കോപ്പിറൈറ്റിന്റെ കാര്യത്തിൽ രണ്ട് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് പറയുന്നത് പ്രൈമറി ലയബിലിറ്റി ഇംപ്യൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാര്യം അതിൽ പ്രൈമറി ലയബിലിറ്റി അല്ലെങ്കിൽ ക്രിമിനൽ ലയബിലിറ്റി ഗൂഗിളിന്റെയോ അല്ലെങ്കിൽ യൂട്യൂബിന്റെ പേരിൽ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് നോളജ് ഒരു ഫാക്ടറാണ്. അപ്പൊ നോളജ് ഇതിലൊരു ഫാക്ടർ അല്ലാത്തതുകൊണ്ട് unless they specifically clear a content, for instance നമ്മുടെ യൂട്യൂബിനും അങ്ങനെയുള്ള ചാനൽസിനൊക്കെ യൂട്യൂബ് സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോണ്ടന്റ് ഉണ്ട്, അതിലല്ലാത്ത കോണ്ടന്റ് അല്ലെങ്കിൽ നമുക്ക് നോളജ് ഇംപ്യൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. So it will be difficult, but it makes sense to make them party, because ultimately we want them to take the content down. In fact, copyright matters ൽ നമ്മൾ ചെയ്യുന്ന ഒരു സ്ഥിരം സ്ട്രാറ്റജി എന്ന് പറയുന്നത് അശോക് കുമാർ ഓർഡർ എന്ന് പറയും. ഇംഗ്ലീഷിൽ ജോൺ ഡോ ഓർഡേഴ്സ് എന്ന് പറയും. നമ്മുടെ ഇന്ത്യയിൽ അശോക് കുമാർ ഓർഡേഴ്സ് അല്ലെങ്കിൽ മീനാകുമാരി ഓർഡേഴ്സ് എന്ന് പറയും. അതായത് നമുക്ക് അറിഞ്ഞുകൂടാത്ത അൺനോൺ പാർട്ടീസിനെ നമുക്ക് ഡിഫൻഡന്റ് ആക്കിയിട്ടാണ് നമ്മൾ ഇത് ഫയൽ ചെയ്യാറുള്ളത്. അങ്ങനെ ഡിഫൻഡന്റ് ആക്കിയിട്ട് ഫയൽ ചെയ്തിട്ട് അൺനോൺ പാർട്ടീസിന്റെ അടുത്തും ഇത് വന്നു കഴിഞ്ഞാൽ ഇത് റിമൂവ് ചെയ്യണം എന്നൊരു ഡയറക്ഷൻ കോടതിയിൽ നമ്മൾ വാങ്ങിക്കും. ടിപ്പിക്കലി ഹൈക്കോർട്ട് ലെവലിലാണ് ഇത് കൂടുതൽ നമ്മൾ അപ്രോച്ച് ചെയ്യാറുള്ളത്. ബട്ട് ദാറ്റ്സ് എ വെരി എഫക്റ്റീവ് സ്ട്രാറ്റജി. സോ യൂട്യൂബിനെ നമുക്ക് ഇംപ്ലീഡ് ചെയ്യണം ഈ മാറ്ററിൽ when it comes to matter relating to copyright. So if we issue a notice to the YouTube or other platform, if they are not removing, it will attract some penal provision. So it will not really penal provision. Ipo nammade copyright അടിയിലാണെങ്കിൽ നമുക്ക് secondary liability നമുക്ക് impose ചെയ്യാൻ പറ്റും. അപ്പോൾ copyright act അടിയിൽ secondary liability is actually limited to few things. ഒന്നെന്ന് പറയുന്നത് books of profits, which means that if they are profiting from the presence of that illegal or infringing content, അതിൽ നിന്നുള്ള ആ ബുക്ക് ഓഫ് അറ്റോണ്ട് എത്രയാണ് അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അതിന്റെ നമുക്ക് ഡിറ്റർമിൻ ചെയ്ത് അത് വാങ്ങിക്കാൻ പറ്റും. രണ്ടാമത്തത് ടേക്ക് ഡൗൺ, വിച്ച് ഇസ് സംതിങ് ദാറ്റ് ദേ ഷുഡ് ഹാവ് ഡൺ ഇൻ ദ ഫസ്റ്റ് പ്ലേസ് വെൻ ദേ ഗോട്ട് ദി ഓർഡർ. മൂന്നാമതെന്ന് പറയുന്നത് ഒരു ക്രിമിനൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മൾ അവരുടെ അടുത്ത് പറയുന്നു ഇത് കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ചിങ് ആണ്, you knew that it's copyright infringing, still you took part in the whole process, so there could be a question of compensation from the argument ഉണ്ട്. But it's not very strong because of the fact that ഈ നോളജ് ആട്രിബ്യൂഷൻ കോപ്പിറൈറ്റിൽ റിലമിൽ കുറച്ച് ഡിഫറെന്റ് ആണ്. അതായത് ആക്ച്വൽ നോളജ് വേഴ്സസ് കൺസ്ട്രക്റ്റീവ് നോളജ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ കൺസ്ട്രക്റ്റീവ് നോളജിന്റെ റിലമിലാണ് ഇത് വരുന്നത് എന്ന് പറഞ്ഞൊരു ആർഗ്യുമെന്റ് ഉണ്ട്. അപ്പൊ ഒരു ക്ലിയർ പൊസിഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതിൽ. ബട്ട് ഇറ്റ്സ് എ പോസിബിൾ ആർഗ്യുമെന്റ്. മാത്രമല്ല ഈ യൂട്യൂബിനെയൊക്കെ അപ്രോച്ച് ചെയ്യാൻ നേരത്ത് ദി അപ്രോച്ച് വിച്ച് മേക്സ് മോസ്റ്റ് സെൻസ് ഇസ് നമുക്ക് ഈ എസ്പെഷ്യലി കോപ്പിറൈറ്റ് മാറ്റേഴ്സ് ആണെങ്കിൽ അവരുടെ പ്ലാറ്റ്ഫോമിനകത്ത് തന്നെ അവര് ഈ ഒരു ടേക്ക് ഡൗൺ മെക്കാനിസം അവർ പ്രൊവൈഡ് ചെയ്യും. സോ ഇറ്റ്സ് മച്ച് ഈസിയർ ടു ഗോ ദെയർ ആൻഡ് ജസ്റ്റ് സബ്മിറ്റ് എ റിക്വസ്റ്റ് ദെയർ ആൻഡ് ആക്ച്വലി പുൾ ഇറ്റ് ഡൗൺ. Yeah, correct. That is there. Yeah, I know. Okay, thanks, Nikhil. Advocate Hari RS. ചോദ്യം ഉണ്ടോ അഡ്വക്കേറ്റ് ഹരി? ആ ടൈം ഞാൻ യൂസ് ചെയ്തോട്ടെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചോട്ടെ. നിഖിൽ നേരത്തെ പറഞ്ഞല്ലോ മറ്റേ സ്റ്റാമ്പിങ്ങിന്റെ കാര്യം, NSDL അടുത്ത് നിന്ന് സ്കാൻ ചെയ്ത സ്റ്റാമ്പ് പേപ്പർ നമ്മൾ വയ്ക്കും, സോ ദാറ്റ് സ്റ്റാമ്പ് ഡ്യൂട്ടി നമ്മൾ പേ ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി. അപ്പൊ ഈ ടൈമിൽ നമ്മളിപ്പോ ഡിജിറ്റൽ സിഗ്നേച്ചറിനെ കുറിച്ചും പറഞ്ഞു, ഇലക്ട്രോണിക് സിഗ്നേച്ചറിനെ കുറിച്ചും പറഞ്ഞു. ഇതേ റെലവൻസിൽ ഇപ്പൊ ഡോക്യു സയൻസ് പോലത്തെ പല ആപ്പുകളും നിലവിലുണ്ട്. സോ ഹൗ ഡസ് ദാറ്റ് വർക്ക് ആൻഡ് വാട്ട് ഈസ് ദ എവിഡൻഷ്യറി വാല്യൂസ്? സോ ഡോക്യുസൈൻ പോലുള്ള ആപ്പുകൾ എന്ന് പറയുന്നത്, ഡോക്യുസൈൻ്റെ ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് എന്ന് പറയുന്നത് ഡോക്യുസൈൻ IT ആക്ടിനടിയിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ സിഗ്നേച്ചർ അല്ല. അതുകൊണ്ട് തന്നെ ഡോക്യുസൈൻ ഉപയോഗിച്ച് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഡസന്റ് ഹാവ് ദ ഫുൾ വാലിഡിറ്റി ആസ് ഇഫ് യു സൈൻ യൂസിങ് യുവർ വെബ് സിഗ്നേച്ചർ. നമ്മൾ കയ്യൊപ്പിടുന്നതിന്റെ അതേ വാലിഡിറ്റി ഡോക്യുസൈൻ ഉപയോഗിച്ചാൽ കിട്ടുകയില്ല. പക്ഷേ ദി അഡ്വാൻറ്റേജസ് വിത്ത് ദ ഡോക്യുസൈൻ ഇസ് ദാറ്റ് ഇസ് എ വെരി റിലയബിൾ പ്ലാറ്റ്ഫോം.
DocuSign എന്ന് പറയുന്നത് വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് സിഗ്നേച്ചർ ജനറേഷൻ മെത്തേഡാണ്. ടാമ്പർ പ്രൂഫ് ആണ്. അതായത് ആളുകൾ എന്തെങ്കിലും ഈ ഡോക്യുമെന്റിന് എന്തെങ്കിലും തിരിമറി കാണിക്കാൻ നോക്കി കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ പറ്റും. അതിൽ ഓഡിറ്റ് ലോഗ്സ് ഉണ്ട്. അതായത് ആരൊക്കെ ആരെന്ന് ഈ ഡോക്യുമെന്റ് ആക്സസ് ചെയ്തു, എന്ന് സൈൻ ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം അതിൽ ക്ലീൻ ലോഗ്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരാൾ ഇപ്പം ഇതിന്റെ എവിഡൻഷ്യറി വാല്യൂ ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ we have a good argument to go and fight against them, saying that look, this is a valid document. And anyway, there is, ma'am നേരത്തെ ഒരു സെക്ഷൻ പറഞ്ഞായിരുന്നല്ലോ, സെക്ഷൻ 6 പറഞ്ഞായിരുന്നല്ലോ, which says that just because of the fact that a contract is formed electronically doesn't render it invalid. ആ ഒരു തിയറിയും ഇതിൽ അപ്ലൈ ചെയ്യും. So it's a valid transaction in all senses. It's a valid contract in all senses if you use DocuSign to sign a contract. But it doesn't have the full validity as if you use a wet signature. In the sense, I'll tell you what the problem is. If somebody, let's say that you and I sign a contract with DocuSign, നാളെ ഞാൻ ഇതിനെ ഡിസ്പ്യൂട്ട് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ DocuSign ഡിസ്പ്യൂട്ട് ചെയ്യാണ്, saying that I never signed the contract. It's up to you to go to the court and prove that actually Nikhil signed the contract. അതാണ് ഒരു ഡിഫറൻസ് DocuSign പറ്റി. അതേസമയം നമ്മൾ ഇലക്ട്രോണിക് സിഗ്നേച്ചർ വെച്ചാണ് ഈ കോൺട്രാക്ട് സൈൻ ചെയ്തത്, അതായത് ഗവൺമെന്റ് ഇഷ്യൂഡ് ഇലക്ട്രോണിക് സിഗ്നേച്ചർ വെച്ചാണ് സൈൻ ചെയ്തതെങ്കിൽ, the presumption is actually on me, right? I will have to prove that that signature was not in my hands or not in my control at the time I affixed the signature, and I will have to prove that before the court. Appo burden of proof reverse avam angane oru situation. Angane reverse avuna oru situation illonde thanne it's much more advantageous if you use a government issued one for high value transactions. But DocuSign adole thanne ippom veru signature undu ma'am, Adobe Sign. Okay, അപ്പം അഡോബി സൈൻ ഇപ്പോ മറ്റേ ഗവൺമെന്റ് ഇഷ്യൂഡ് സർട്ടിഫിക്കേറ്റ് അതോറിറ്റീസുമായിട്ട് ടൈ അപ്പ് ഉണ്ട്. സോ ദേ വിൽ ഗിവ് യു ദി അഡോബി സൈൻ പ്ലാറ്റ്ഫോം വിച്ച് ഇസ് വിത്ത് എ സർട്ടിഫിക്കറ്റ് ബാക്കിംഗ് ഫ്രം NSDL and others. So you can actually issue a same convenience of DocuSign with the government backed signature. അത് ഭയങ്കര ബെനിഫിഷ്യൽ ആണ്. That's a good information. Thank you very much. Hi Nikhil, this is Liji here. Nikhil, the same is the case with contracts executed by affixing image of a signature, right? Yeah, it has actually zero validity in that. Yeah, so okay. So I'll tell you what the problem is, right? So image signature is also a valid form of signature if both of us are agreeing that we signed it, right? പിന്നെ അത് കഴിഞ്ഞിട്ട് let's say that I am challenging it, saying that ഞാൻ ഈ image affix ചെയ്തില്ല, or I am alleging that my wife actually did it, or I am alleging that my secretary actually did it. Okay. Then you get into the evidence of whether I did it or not. Then there is a evidentiary whole proceedings around it, and it becomes extremely complicated. So signature issue is ഞാൻ തന്നെ എന്റെ ഇമെയിലിൽ നിന്ന് ലിജിക്ക് അയച്ചു തരികയാണെങ്കിൽ it's as valid as any other contract, but the problem is it could be refuted in future. So it's വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ DocuSign പോലുള്ള ടെക്നോളജീസ് ആർ മച്ച് മോർ റോബസ്റ്റ് ഇൻ ടേംസ് ഓഫ് വാട്ട് ഇറ്റ് ക്യാൻ അച്ചീവ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടാമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. ഇറ്റ്സ് മച്ച് ബെറ്റർ ടു യൂസ് എ DocuSign rather than a scan signature. So you already referred this DocuSign is not coming under the purview of IT Act, right? It is not coming under the purview of IT Act, but using DocuSign doesn't mean that the contract is invalid, and it's a very standard commonly used platform for signatures. And like I said, it doesn't invalidate the contract, so you can go ahead and use it. In fact, personally, I sign a lot of documents using DocuSign. Okay. Thank you so much. കഴിഞ്ഞോ സർ? കഴിഞ്ഞോ? അപ്പോ നിഖിൽ, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. കഴിഞ്ഞ 1.5 മണിക്കൂറായി ഒരുപാട് ഇന്ററാക്ഷൻസ് നടന്നു. ഞങ്ങളെ സംബന്ധിച്ച് വളരെ പ്രയോജനമുള്ള ഒരു ക്ലാസ്. ഇനിയും നിരവധിയായ സംശയങ്ങൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ പങ്കെടുത്തവർക്കുണ്ടാവാം. ഇതിൻ്റെ വേറൊരു തലത്തിലുള്ള ചർച്ചയും ക്ലാസ്സുകളുമായി ഇനിയും നിഖിൽ നമ്മളെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നെടുത്ത ക്ലാസ്സിനും ഇന്ററാക്ഷനും അതുപോലെ പ്ലാറ്റ്ഫോമിൽ പങ്കെടുത്തവർക്കും എല്ലാവർക്കും തന്നെ തിരുവനന്തപുരം ബാർ അസോസിയേഷന്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ടെക്നിക്കൽ സപ്പോർട്ട് നൽകിയ ഷമീമിനും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. എല്ലാവർക്കും വളരെ നന്ദി. വീണ്ടും നമുക്ക് വേറെ ക്ലാസ്സിന് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ. താങ്ക് യു. ബൈ.